എടാ പയ്യ വായ പറയാ പയ്യ വായ ചന്ദ്രൻ. ആ ചന്ദ്ര എനിക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാവൂലേ? എടാ ഞാൻ നിന്റെ മോനെ പോലുള്ള വളർത്തി ഇത്ര നാള്. ചന്ദ്ര ഞാൻ കാര്യം പറയട്ടെ, രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ ഈ സിറ്റി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണം. പിന്നല്ല നോക്കി പിന്നല്ലാതെ എടാ ഞാൻ നിന്നെ അവസാനത്തെ ചോദ്യം ചെയ്യണോ ചന്ദ്ര? ഈ അവസരത്തിൽ അതൊക്കെ ചോദ്യം ചെയ്യണോ? പയ്യെ വന്നാ മതി, പയ്യെ പോയാ മതി, പയ്യെ വന്നാ മതി, പയ്യെ. എടാ പയ്യെ വാടാ, പുറകിലുള്ളവന്മാർ പയ്യെ. ഇവരല്ല കാട്ടുമുക്കിലാണോ താമസം? കുടുംബമൊക്കെ അന്വേഷിച്ചായിരുന്നു. ഈ കുടുംബ വീടുകളൊക്കെ കുറച്ച് ഉള്ളിലോട്ടല്ലേ? ഞാൻ അങ്ങനെ പെണ്ണിന് 3 തന്തമാരുണ്ടെന്നാ. ചന്ദ്രനെ ആലോചിച്ചിട്ട് മാത്രം റിപ്പയർ ചെയ്യണമെങ്കിൽ അവിടെ റിപ്പയർ ചെയ്യാൻ അടി. എനിക്ക് വീണ്ടും പിങ് ആയെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് എടാ എന്താ അപ്പുക്കുട്ട കല്യാണ നീ നമ്മളോട് കാണുമെന്ന് കേറി. ഇല്ല പഴഞ്ചനാവല്ലേ ജോക്കി അണ്ണാ? അതെ വണ്ടി എന്തോ കേട്ടില്ല. എന്നാലും എടാ ചന്ദ്ര, നീ ആ വണ്ടിക്കകത്ത് കുറച്ചേരം അടങ്ങിയിരുന്നേ. നിന്നെ ഞങ്ങൾ എത്തിച്ചോളാം. നിന്റെ മറ്റേ കുറുമ്പൊന്നും ഇന്ന് വേണ്ട. ഇന്ന് നീ മെയിൻ റോൾ അല്ല, മാറിക്ക്. കുറച്ച് കഴിയുമ്പോ നിനക്ക് മെയിൻ റോൾ ആക്കി തരാം. 17.3K വാച്ചിങ് ദ സ്ട്രീം. നമ്മളിവിടെ വേറെ ഒന്നും ചെയ്യല്ല. അത് ചെയ്ത് പുള്ളിയണ സാധനമാണ്, മനസ്സിലായ? ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ഗൈസ്. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. എടാ റെഡിയല്ലേ? പോവാം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. വാ ചന്ദ്ര കേറിയില്ലേ? അതിന്റെ ഇടയിലൊരു നാട്ടു വർത്താനം. കോഴിപ്പണിക്ക് പോകാൻ ബ്രോ ഒന്ന് സ്കൈഡാർസ് നീകൻ. ആ എടാ എവിടെ ലേറ്റ് ആയോടെ മന്ദാരവേ. എടാ ഗോഡ് ഫാദർ പറഞ്ഞില്ലടാ ഇന്ന് വരണോന്ന്. ഇപ്പൊ അതാ ട്രെൻഡ് നോക്കി, ഗോഡ് ഫാദർ എന്ന് പറയണ ഇടയ്ക്കിടയ്ക്ക്. ഫ്രണ്ടിനൊപ്പം എന്നാണല്ലോ. അതെ, ഗോഡ് ഫാദറിനൊപ്പം. അമ്പലത്തിൽ തുലാഭാരം എടുക്കണം അവരെ കൊണ്ടുപോകുന്നത്. അമ്പലമല്ല, ചിന്നപ്പയ്യ തമ്പിങ്കളാ. ഗേറ്റ് തുറക്കാം. ഞാൻ പയ്യനെ കണ്ടപ്പോ എക്സൈറ്റ്മെന്റ്. ഏതോ കച്ചറ കുടുംബം കേട്ടോ. അപ്പൂപ്പനെ പെണ്ണാണം വന്നപ്പെട്ട പാട്ടാണ് ഇപ്പൊ എഴുതുന്നത്. എന്താടാ ഇതൊക്കെ? നമ്മളെ നല്ല കുടുംബത്തിലോട്ട് തന്നെ നമ്മുടെ പയ്യനെ അയക്കുന്നത്. പാർക്കിംഗ് സൗകര്യം ഒന്നുമില്ല. കടലിന്റെ മുള്ള കല്ലിലെ കാണാൻ കൊണ്ട് വണ്ടി ഇട്ടിട്ട് വേറി വരാൻ നോക്കൂ.
അത് നിർത്തിയാണ് കുറച്ച് സോറി ലേറ്റായി. കൊട വേണം. ചന്ദ്ര ഇത്രയും കൊട എടുക്കുന്നു ആനച്ചന്ത. വേണോ മോനെ MG സൂപ്പർ ഇതല്ലേ സത്യമല്ലേ? എന്തോരം പാട്ടാണ് അങ്ങേർക്ക്. ഇങ്ങോട്ട് കണ്ണ് കാണാനും വയ്യ. എല്ലാരും സൈലന്റ്. ചന്ദ്ര പറ. അങ്ങനെ കാണിക്കുന്നുണ്ടോ? ഞങ്ങളല്ല അണ്ണു ആണ് ശബ്ദം ഉണ്ടാക്കുന്നത്. അണ്ണു മതിലാടി ഓടി ഓടി പറമ്പൊഴി. അങ്ങേരെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? വരുന്നു ജോക്കി എവിടെ പോവാ? ജോക്കി കഴിവറുണ്ടാവനെ ഞാൻ കൊല്ലും കേട്ടോ. പണ്ട് അവനെ ഫ്രണ്ട് ഇതിന് മാത്രം കോട പൂരാന്ന് ഇവിടെ. ഇല്ല അണ്ണപ്പണ്ടി ഇത് തുറക്കാനായിട്ടാ തുറക്കൂ. വരി വരിയായിട്ട് വാടേ, വരി വരിയായിട്ട് അലൈൻമെന്റ് ഒക്കെ ഇട്. സെലക്ട് ചെയ്യണ്ട കൊറേ ഉണ്ടല്ല. ഇതിലൊന്നും വെച്ച് കളക്ഷൻ കുറവാണ്. ഡാഡി നമസ്കാരം. നമസ്തേ. നമസ്കാരം. ചേട്ടന്മാരല്ലേ? ഓ എല്ലാ ചേട്ടന്മാരാണ്. ഓരോരുത്തരെ അങ്ങോട്ട് ഇല്ലത്ത് കേറിയിട്ട് പരിചയപ്പെടുത്താം. ചെറുത് ഇങ്ങോട്ട് വാടക തൊഴിലോട്ടിരിക്കുക. ഹലോ എന്നെ ഒരു കുടുംബത്തിലൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാരും വന്നൊക്കെ. നിൽക്കാതെ വന്നിരിക്കുക. വെറൈറ്റി ആയിട്ട് ഡ്രസ് ഇട്ടപ്പോ ചന്ദ്രന് പോലത്തെ ഡ്രസ്സാണല്ലോ അവിടെ മൊത്തം. നോക്ക് ഈ ഡ്രസ്സില്ല, ഈ കളറില്ല, ഈ കളറില്ല പേടിക്കില്ല. ചന്ദ്ര നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാരും ഇരിക്കണേ. വേളം പേരെന്താ ഡാഡിയുടെ? എന്റെ പേര് ജോൺ. ഇതാണ് നിങ്ങളുടെ എല്ലാം. ഇവരുടെ എല്ലാം ഞാൻ. അതെ. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന നാഥനാണ്. അതെ. വലിയൊരു കുടുംബമാണ്. ഞങ്ങളൊരു 10-42 പേരോളം അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. എഴുതുന്നുണ്ട്. കത്തിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു മോനെയും പറ്റിയും കുടുംബത്തെ പറ്റിയും. അച്ഛനായിട്ട് വരും അലീനയുടെ അച്ഛൻ. ഓ ടു യങ് യുനോ. നിങ്ങളുടെ ഒരേ പ്രായമാണ് സെയിം ഏജ്. അല്ലേ? കണ്ടാ പ്രായം തോന്നിക്കത്തില്ലേ? നമ്മുടെ പിന്മുറക്കാർ, നമ്മുടെ നിങ്ങളുടെ പിന്മുറക്കല്ല, നിങ്ങളുടെ പിന്മുറക്കാർ കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ നമ്മുടെ പിന്മുറക്കാർ വെട്ടിപ്പിടിക്കാൻ പോയി. അതാണ് മനസ്സിലായത്. അതെ. നമുക്ക് ഇരുന്ന് അങ്ങോട്ട് സംസാരിക്കാം. അണ്ണ ഇരുന്നിട്ട് വരുമ്പോ എന്റെ അടുത്ത് വന്നിരിക്കാം, പുറത്ത് വന്നിരിക്കാം. ഇവിടെ ഡാഡി. എനിക്കത് കേൾക്കുമ്പോ വിഷമം വരുന്ന കാര്യം എല്ലാവരുടെയും കുടുംബക്കാരാണ് ഈ നിരന്ന് നിൽക്കുന്നത്. എന്റെ അലീനയുടെ ഒക്കെ ബാക്കിൽ നിരന്ന് നിൽക്കുന്ന എന്തിന് ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെട്ടു. വേണ്ടത് എന്റെ അമ്മ. അല്ല, ആദ്യം നമ്മുടെ കുടുംബക്കാരെ എല്ലാരും പരിചയപ്പെടുത്താം, എന്നിട്ട് നിങ്ങളുടെ കുടുംബക്കാരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിയാൽ. അതെ. ഞാൻ ചേച്ചിയുടെ മാമന്റെ
ഹായ് ലക്ഷ്മി. ഹായ് ഹായ്, ഹായ്. വാസു. കുട്ടി അതിന്റെ ആവശ്യമൊന്നുമില്ല, പേര് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. പേരാ ബന്ധം. ഞാൻ മാമന്റെ മോള് ചേച്ചിയുടെ ഇനി അടുത്ത ആള്. അല്ല ഇതല്ല നമ്മളെ പെണ്ണാണെന്നെ വന്നേ. എനിക്ക് മനസ്സിലാകും കുടുംബക്കാരെല്ലാം പരിചയപ്പെടണ ചന്ദ്ര ധൃതി ചന്ദ്ര ഡെയിലി കാണുന്നല്ലേ. ഞാൻ ആലീന ചേച്ചിയുടെ അമ്മായിയുടെ മോനാണ്. അമ്മയുടെ മോനാണ്. അമ്മയുടെ മോന്റെ പേരെന്താ? അപ്പു. അപ്പൊ ഓക്കെ. അതായത് എന്റെ വൈഫാണ് മീന. ഓ അപ്പൊ മീനു. ഓ ഹായ് മീനു. മീനോ? ഞാൻ വിചാരിച്ചു അപ്പൂ മീനു വന്ന്. മന്ദാരം. അപ്പോ മീനു ഒരു പേര്. എന്നാ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള ബാക്കിയുള്ളവർക്ക് പേര് വിലാസമൊന്നും ഇല്ലേ? അല്ല ഞങ്ങൾ പരിചയപ്പെടുത്തരാം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വാസവണ്ണനെ ക്ഷണിക്കും. വാസവണ്ണ ഞങ്ങളെ എല്ലാരെയും പരിചയപ്പെടുത്തി കൊടുക്കും. അതെ ഒരു സെക്കൻഡ്. ഇതിനകത്ത് നമ്മൾ ഞാനും കയറുന്നു. എന്നെ വീണ്ടും ആ ബട്ടൺ വർക്കാവുന്നില്ലേ? ഇവിടുത്തെ റേഡിയോ ഇവിടുത്തെ വാസവണ്ണ വീണ്ടും ഈ മോനെന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? മോനൊന്നും സംസാരിക്കുന്നില്ല, അതാണ് പ്രശ്നം. അല്ല പിന്നെ ഞാൻ സംസാരിക്കാം. ഓക്കെ. നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുടുംബത്തില് ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞങ്ങള് എല്ലാരെയും കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു. കാരണം ഇത് നമ്മള് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട. കാരണം ഒത്തിരി പേർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറിയില്ല. ഒരു മിനിമൽ ഫംഗ്ഷൻ ആയിട്ട് നടക്കും. കുടുംബക്കാരാണ്. നമുക്ക് ഒരുപാട് സ്ഥലവും ഒരുപാട് ഫുഡും ഒക്കെ ഉണ്ട്. ഒരു പ്രശ്നമില്ലായിരുന്നു. നമ്മള് വസ്തുക്കച്ചവടത്തിന് വന്നതല്ല. നമ്മള് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കനെയും പയ്യന്റെയും മനസ്സിലായി. കുറച്ച് സമയം എടുക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് വളരെ കുറച്ച് ആൾക്കാരെ കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ വലത്തുനിന്ന് തുടങ്ങാം. ഇത് ജോക്കി, ടി.വി. ജോക്കി നമ്മുടെ എല്ലാമാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള മെയിൻ കാരണം പുള്ളിയാണ്. വലിയേട്ടൻ. അതെ. ഇത് ചന്ദ്രനെ പിന്നെ പരിചയപ്പെടുത്തുന്നല്ലോ നമ്മുടെ കല്യാണം. അതെ. അതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് നമ്മുടെ മോബി. നന്നായി വരട്ടെ. എന്തൊരു ഐശ്വര്യമുള്ള കല്യാണം. ഈ വിനയമാണ് ഇവരിൽ കണ്ട ക്വാളിറ്റി. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പയ്യന്മാരെ വളർത്തിയേക്കുന്ന അങ്ങനെ. കാണാനുണ്ട്. ആ കുട്ടി വന്ന് എന്റെ കാലിലൊന്നും പിടിച്ചോ? ഇല്ല, അതാണ് വളർത്തുദോഷം. ഇവിടെ ഒന്നും ഉണ്ടായ ബന്ധുക്കളായോണ്ട് ഞാനൊന്നും പറയുന്നില്ല ഇവിടെ. ഇത് അത് മോബി. പിന്നെ അതിന്റെ അപ്പുറത്ത് അടുത്താള് വന്നാണോ? ഇത് ഏബല്. ഇത് ഏബല്. അടുത്തത് അപ്പുക്കുട്ട ഒന്ന് വന്നേ. ഹലോ. അപ്പാപ്പനല്ല പോലെ ഡാഡി എന്ന് വിളിച്ചു. എനിക്കതാ ഇഷ്ടം. എല്ലാവർക്കും ഡാഡിയാണ് മോനെ. ഞാനും ഡാഡിന്ന് വിളിച്ചോട്ടെ. അയ്യോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡാഡി ആയല്ലോ. ഒരു കല്യാണത്തോടെ ഒരു ഡാഡിനെ കിട്ടിയല്ലോ എല്ലാവർക്കും കൂടി. ഡാഡിയാണല്ലേ. വിളിച്ചോ മോനെ. കേക്കട്ടെ അച്ഛൻ കേക്കട്ടെ. ഓക്കെ ഡാഡി. പിന്നെ ഈ കണ്ണാടി വെച്ച് ഇത് ജുഗുറു. ജുഗുറു. പിന്നെ ഡാഡി ഇത് കില്ലുവ സാബു. വെറൈറ്റി പേരാണല്ലോ അത്. പിന്നെ ഡാഡി ലാസ്റ്റ് രണ്ടാമതിരിക്കുന്നത് കിരിക്കാടൻ ജോസ്. നമ്മുടെ തലമൂത്ത ആളാണ്. നമ്മുടെ നമ്മുടെ അണ്ണു കഴിഞ്ഞിട്ട് അതിന് അടുത്ത് അസ്ഥികയിൽ വരുന്ന ഒരാളാണ്. നാട്ടിലൊരു കീരിക്കാടനുണ്ടേ, പെണ്ണുപിടിയാണ്. അതുപോലത്തെ വേറൊരു പെണ്ണുപിടിയുണ്ട്. ഡാഡി വിളിക്കുന്നില്ലേ? മമ്മി മമ്മിയെ പറ്റി ചോദിക്കില്ലേ? മമ്മി ഇല്ലേ? അയ്യോ അല്ല, നല്ലൊരു ദിവസം ഞങ്ങൾ ചോദിച്ചിതാക്കുന്നില്ല. നമുക്ക് എന്നാ ഒരാളുണ്ട്. അത് മെസ് ബോയ് നോക്കും അവസാനത്തത്. ഇവിടെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇവിടെ ഹെഡ്ഫോൺ വെച്ചിരിക്കുന്നത് മന്ദാരം. അതിന്റെ ഇപ്പുറത്തത് മുച്ചിറി. മുച്ചിറി ഡാഡിയുടെ അടുത്തൊരു ഹലോ പറയൂ. ഇതറിയാ, ഇന്നലെ എന്നെ ഉപ്പാന്ന് വിളിക്കാൻ പറഞ്ഞാല് ഉപ്പാന്നല്ലേ ഞാൻ പരിചയപ്പെട്ടുന്നല്ലേ.
ആ ഇന്നലെ ഉപ്പ വിളിക്കാൻ പറഞ്ഞെ. അതാണ് മുച്ചിറി. മൂത്തടത്തുകാർ സംസാരിക്കണം. ഇല്ല ഇല്ല മൂത്തവര് ബഹുമാനിക്കും. ഒരു സെക്കൻഡേ. എടാ നിങ്ങൾ വന്നടാ മോനെ. ആ ജോക്കി എടാ അലീന അതുകൊണ്ട് വരുമ്പോഴത്തേന് കറക്റ്റ് പാട്ട് കറക്റ്റ് റെഡി ആക്കണം കേട്ടാ. ഇതേ പാട്ട് മതിയില്ല. ഏതാ? അല്ല ആ പാട്ടല്ല, വേറെ പാട്ട്, നല്ല പാട്ട്. സൂപ്പർ പാട്ട്. എടാ ഇത് ഒരു വട്ടം ഇട്ടതല്ലേടാ കൊച്ചിയർക്ക. എടാ ജോക്കി എടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞടാ. ജോക്കി എടുത്ത് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞേ, ഇവിടോട്ട് എന്റെ അടുത്തോട്ടൊന്ന് വരാൻ പറഞ്ഞേ. എടാ ജോക്കിയോട് എന്റെ അടുത്തോട്ടൊന്ന് വരാൻ പറഞ്ഞു. ജോക്കിയോട് മാത്രം, ജോക്കിയോടൊന്ന് വരാൻ പറഞ്ഞു ഇങ്ങോട്ട്. ഇപ്പൊ വരാ ചന്ദ്ര. വരും. എന്താ വാസു? ശ്രീധനത്തെ പറ്റി സംസാരിക്കണ്ടേ? എന്തെന്ന്? ശ്രീധനത്തെ പറ്റി സംസാരിക്കണ്ടേ? എന്താ കുട്ടി? സോറി വെള്ളോട്ടൊന്ന് പോകാനായിരുന്നു. സോറി. എന്ത് കൊടുക്കുമെന്ന് ചോദിക്കണ്ടേ? അത് നമ്മളെ വിളിച്ച കണക്കാണോ മേളിലോട്ട് വരാനും കൂടെ? അല്ലല്ലോ. അപ്പം സ്ത്രീധനത്തിന്റെ കാര്യം കണ്ടിട്ട് അത്യാവശ്യം കുടുംബമൊക്കെ ഉള്ള കേട്ടോ, മനസ്സിലായോ? ഹലോ അല്ലല്ല, എന്ത് സ്ത്രീധനം വേണ്ടേ? സ്ത്രീധനം വേണ്ടെങ്കിൽ സ്ത്രീധനം വേണ്ട. പക്ഷെ നമ്മുടെ ചെറുക്കനെ ഇങ്ങോട്ട് കൊടുക്കുമല്ലേ? അതും നമ്മുടെ ഒരു മറ്റേ താനോസിന്റെ കയ്യിരിക്കുന്ന ഒരു വജ്രം പോലത്തെ ഒരു ചെറുക്കനല്ലേ നമുക്ക് അവർക്ക് കൊടുക്കുന്നത്. സ്ത്രീധനം വേണം. വേണ്ടേ? അപ്പനെ വിളിച്ച് മാത്രം സംസാരിക്കാവേ. ഞങ്ങള് മറ്റേ ഡൗറി പ്രൊമോട്ട് ചെയ്യുക അങ്ങനൊന്നും തോന്നരുത്. സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ എടുക്കണേ, ആ സെൻസിൽ എടുക്കണേ ദയവ് ചെയ്ത്. ഇതിനകത്തൊരു നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നിക്കല്ലേ ദയവ് ചെയ്ത് പ്ലീസ്. ചന്ദ്രൻ ഡാഡി വിളിക്കുന്നുണ്ട്. ഡാഡി വിളിക്കുന്നു ചന്ദ്രൻ. ചന്ദ്രമോനൊന്ന് വന്നേ. കുഞ്ഞിനോടല്ലേ തന്നെ സംസാരിക്കണം. ഇവരെ നാട്ടിലായിരിക്കും. എങ്ങനെ കൊണ്ടുപോകും. നമ്മൾ വാസു ഇവർക്ക് അറിയത്തില്ലല്ലോ, ബ്രെയിൻ വാഷ് ചെയ്യാൻ പോലും ബുദ്ധിയില്ല. അതെ കോമഡി പറഞ്ഞിരിക്കുന്ന. അതെ നമ്മുടെ വീട്ടില് 2 ആന ഉണ്ടായിരുന്നു. 2നെയും പറക്കി വിട്ടിരിക്കുകയാണ്. ഇന്നത്തേക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഓ അത് കുഴപ്പമില്ല, ഞങ്ങൾ ആനെ കാണാനല്ലോ പെണ്ണിനെ കാണാനല്ലേ വന്നത്. എലിമോളെ നമുക്കപ്പം ബാക്കി കാര്യങ്ങളിലോട്ടും കടന്നാലോ? നമുക്ക് പെണ്ണിനെ വിളിക്കാം. ചന്ദ്ര ഇരിക്കൂ. ചന്ദ്ര ഞാൻ പെണ്ണിനെ വിളിച്ചാലോ? ഡാഡി ഇരുന്നോളൂ. ഡാഡി ഇരിക്കുന്ന സ്ഥലത്ത് ഡാഡി ഇരുന്നില്ലെങ്കിൽ മുച്ചൂറ് കയറി. മുച്ചിരി ഒന്ന് പോടാ അപ്പുറത്ത്. കുറച്ച് മൂപ്പണവാ കാട്ടിന്നുണ്ടേത് തത്തമ്മ എലി ശങ്കരൻ വെട്ടാവളിയൻ കുറേ 2 എലി നമ്മുടെ ആൾക്കാര് മനുഷ്യന്മാര് തന്നെ. ഇല്ല അത് കാണാൻ സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് മോള് വന്നു ജോക്കി. മോള് വരെ എവിടെ? മോനെ ഡാഡി ഏത് ഡൈ? അയ്യോ അയ്യോ അയ്യോ
ഒരു വയസ്സന്മാരുടെ എന്താ ജോക്കി? conversation. എന്നോട് ആ ഒന്നുമല്ല അല്ലേട്ടാ പിന്നെ എടാ, എല്ലാരും ഒന്ന് കുറച്ച് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാരും സൈലന്റ് ആയടാ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാരും സൈലന്റ് ആയി. ഇവർക്ക് ഈ പാട്ട് മാത്രമേ ഉള്ളൂ സ്പോട്ടിഫൈയിൽ. തട്ടി മോനെ ചെറുക്കനോട് താങ്ക്സ്. അത് ബാക്കി എല്ലാവരും കൊടുത്തു. ആദ്യം ജേസൺ കൊടുത്തു. ആ അതെ എടുത്തെടുത്ത് Thank you. എനിക്കണ്ട അവസരം ഇരുന്നോളൂ. അലീന കുളിച്ചിട്ട് തോർത്ത് മാറ്റിയില്ലേ തലേന്ന്? അച്ഛന് വേണ്ട മോളെ, ബാക്കി എല്ലാവരും അതാ ആ സിനിമ നോട്ട് ചെയ്യാവും. ഓ എന്റെ ചെവിക്കകത്തോട്ട് ഊതിത്താടാ പാട്ട്. പാട്ടിടാൻ പറഞ്ഞപ്പോ അവൻ ചെവിക്കകത്തോട്ട് ഊതുന്നു. എല്ലാവർക്കും കൊടുക്കണം. തണുപ്പ് ഞാൻ തരാടാ നിനക്ക്. സിപ്പപ്പ് കുടിക്കുന്ന മാന്യമായിട്ട് ഉണ്ടോ ഇതിനകത്ത്? വാസ് കുടിക്കുന്നുണ്ട മധുരം കുറവാ. വലിച്ച് വലിച്ച് വലിച്ചങ്ങ് കുടിക്കും. കുടിക്കല്ലടാ, വലിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ചടങ്ങനുസരിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മളല്ലല്ലോ കെട്ടുന്നേ. ആദ്യം ചന്ദ്രപ്പൂർ ചെറുക്കനെ പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പോയി സംസാരിക്കാം. മാറി സംസാരിച്ചത് മോനെ സംസാരിക്കാനാ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ടില്ല മോനെ. ഒരു പ്രോഡക്റ്റ് ഓൾറെഡി ഉണ്ട് മോനെ. അതിപ്പോഴും അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. മനസ്സിലായി ഇവരുടെ എവിടുന്നാ വെടിപൊട്ടിയെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അയ്യോ അനുഗ്രഹമൊക്കെ എത്ര? നിങ്ങളാദ്യം സംസാരിക്കും. അല്ല നീ വേണ്ട വേണ്ട നീ കേട്ടിക്കാം. വേഗം പറഞ്ഞേ, 5 മിനിറ്റ് ആണ്. വേഗം പറഞ്ഞേ. ചെറുക്കന് പെട്ടെന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കാരണവന്മാർക്കൊന്ന് സംസാരിക്കാം. നമുക്ക് സംസാരിക്കണ്ടേ? നിങ്ങൾ അങ്ങോട്ട് വരണ്ട. നിങ്ങള് കാരണം വരെ സംസാരിച്ചിട്ട് വരാം. കാരണവർ വന്നു. ഇവരുടെ കസിൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഓ കസിൻസ് ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ സംസാരിച്ചു. എലി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഡാഡി എവിടെയാണ് നമുക്ക് സംസാരിക്കുന്നത്? നമുക്ക് പുറത്തിറങ്ങിയ നെയ്മർ ഇനി നമ്മുടെ കൂടെ തന്നെയാണ്. നമുക്ക് ഓരോരുത്തരും സംസാരിക്കാം. ഓരോരുത്തരോട് സംസാരിക്കാം. വന്നു ഓരോരുത്തരല്ല മോനെ, വക്കത്ത്. ഭയങ്കര മലയാളം പണ്ഡിതനാണല്ലേ. മലയാളം അല്ലേ നമ്മുടെ മെയിൻ. വേറെ തുക്കട വണ്ടിയൊക്കെ ഇവളെന്തിനാ കേറി വരുന്നത്? എനിക്കറിയത്തില്ല മോനെ. ഇവിടെ കൊണ്ടിട്ടേക്കണേ. എല്ലായിടത്തും വലിഞ്ഞു കയറി വന്നോളും. 2.5 ഏക്കറാണ്. 2.5 ഏക്കർ ചുറ്റും. ഇത് സ്ഥലക്കച്ചവടം ഉണ്ട് ഇന്നിവിടെ കല്യാണത്തിന്റെ കൂടെ. കുറെ നേരമായിട്ട് പുള്ളിക്കാരി ഈ സ്ഥലം, വണ്ടി, ആന എന്നൊക്കെ പറയുന്നു. മോളെ അത് പറയണം. കുഴപ്പമില്ല മോളെ, കുഴപ്പമില്ല. ഇതാരാണ് കൂടെ വരുന്നത്? ഈ പുള്ളി ഡാഡി ഇത് എന്താണ്? ഇത് ഞാനല്ല. ഇത് ഞാനല്ല. ഡാഡി പറഞ്ഞോ. കുഴപ്പമില്ല. കുറച്ച് മുമ്പേ എനിക്ക് പറഞ്ഞോ. ഇതാരാ ഈ പുള്ളി? ഇത് ഓ സാബ്. ഇത് എന്താണ്? ഇത് റിഫ്രഷ് സ്ക്രീൻ അടിച്ചാൽ മതി. ഓക്കെ. അപ്പം ജോക്കി, എന്താണ് നമ്മുടെ ഭാവി കാര്യങ്ങള്? നമ്മളല്ലല്ലോ കല്യാണം കഴിക്കുന്നേ. അതല്ലെന്നേ, നമ്മുടെ പിള്ളേരെ കാര്യം ഉറപ്പിക്കാനല്ലേ ഇവിടെ വന്നത്. അങ്ങനെ അപ്പം അവര് കണ്ട് സംസാരിച്ചാൽ മാത്രം പോരല്ലോ. നമ്മള് കാരണവരായിട്ടിരുന്ന് സംസാരിക്കണ്ടേ? നമ്മള് ചന്ദ്രന്റെ കാര്യം അറിയാലോ. തങ്കപ്പെട്ട ഒരു ചെറുക്കനാ. നമ്മുടെ കുടുംബത്തിലെ പറയുവാണെങ്കിൽ എന്റെ പൊന്നു ഡാഡി, കുടുംബത്തിലെ നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ താനോസിന്റെ കൈ അറിയാവോ? താനോസിന്റെ കൈ. താനോസിന്റെ കൈ. അങ്ങനെ താനോസിന്റെ കൈക്കകത്തൊരു 4-5 കല്ലുകളുണ്ട്. കല്ലുകൾ. അതില് ഞാൻ ഒരു കല്ലില്ല, ഞാനാണ് ആ കൈ. മനസ്സിലായോ? അതിനകത്ത് 4-5 കല്ലാണ് ഇവന്മാരൊക്കെ. അപ്പൊ അതിലൊരു കല്ലാണ് നമ്മൾ ഈ കുടുംബത്തിലോട്ട് തരുന്നത്. മനസ്സിലായോ? സത്യം. അപ്പം അവനൊരു കല്ലാണെന്നാണ് പറയുന്നത്. ആ കല്ല് കടിക്കുവോ ജോക്കി? കല്ല് കടിക്കുവോ നിങ്ങളുടെ നാട്ടിലൊക്കെ? നിങ്ങളുടെ നാട്ടിൽ കല്ലൊക്കെ കടിക്കുമല്ലേ? എന്തൊക്കെ പെണ്ണുമ്പിള്ളക്ക് അപ്പോഴേ ഞാൻ പറഞ്ഞതാ സ്കൂളൊന്നും. ഡാഡി അത്രയും വാല്യുബിൾ ആണെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? എന്നുവെച്ചാൽ മുതുക്കിലിറങ്ങി ഒന്ന് അന്വേഷിച്ച് അറിയാം.
എന്ത് തങ്കപ്പെട്ട ചെറുക്കനാണ് നമ്മുടെ ചന്ദ്രബോസ്. ഞാൻ വന്നപ്പോഴേ അവനെ പറ്റി കേട്ടു. PDക്കാർക്ക് നല്ല അഭിപ്രായം, മറ്റ് ഗ്യാങ്സുകൾക്ക് നല്ല അഭിപ്രായം. നമ്മുടെ ഏറ്റവും ശത്രുതയായിട്ടുള്ള ഗ്യാങ് TG ആയിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ കുറെ നാളായിട്ട് അടി വഴക്കും. അവരോട് അന്വേഷിച്ചാൽ പോലും ചന്ദ്രൻ ഒരു തങ്കപ്പെട്ട മനുഷ്യനാണെന്നേ പറയുള്ളൂ. ഒരുപാട് കേട്ടിരിക്കണം. അത്രയും നല്ലൊരു മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കുഞ്ഞിനെ വേണമെങ്കിൽ അവൻ ഉപേക്ഷിക്കായിരുന്നു. അവൻ എന്ത് കൂളായിട്ട് അത് ഇതാക്കിയത്. അപ്പൊ നമ്മൾ പറഞ്ഞത് അല്ല, നമ്മൾ എന്തിനാണ് ഈ മുഖത്ത് നിന്ന് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് പറയുന്നത്? അതായത് ജോക്കി, ഈ പെണ്ണുകളിന് മുമ്പ് ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിച്ചായിരുന്നു. ഇത് അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ അറിയണ്ടേ. അപ്പൊ അവരുടെ മനസ്സിലിരിക്കുന്ന ഞാൻ ചേട്ടൻ നിൽക്കുമ്പോ മനിയം കിട്ടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവന്. അത് കുഴപ്പമില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കെട്ടിക്കാൻ വലിയ താല്പര്യമില്ല. അവന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ കെട്ടിയാൽ മതി, കുഴപ്പമില്ല. ജോക്കി, അവർക്ക് കുറച്ച് സാവകാശം വേണമെന്ന് പ്രിപ്പയർ ആവാൻ. വാസു മറ്റേത് ഞാൻ പറയണത് ഡാഡി എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇപ്പഴേ ഡാഡി ഇവർക്കൊക്കെ ഈ പിള്ളേരുടെയൊക്കെ മൈൻഡ് സെറ്റ് എപ്പോഴും മാറുന്നതൊന്നും പറയാൻ പറ്റില്ല ഡാഡി. എന്റെ പൊന്നു ഡാഡി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ അമ്മൂമ്മയും അപ്പൂപ്പനും ഇങ്ങനെ ആയിരുന്നു. കെട്ടണമെന്നും പറഞ്ഞിട്ട് ഉറപ്പിച്ചിട്ട് കെട്ടാൻ വന്ന് ഇത്രയും നാള് ഡിലേ ആയി. പുള്ളിക്ക് ഇവർക്ക് പരിചയപ്പെടണം, ഇവർക്ക് മറ്റേ ഇടപഴകണം എന്നൊക്കെ പറഞ്ഞ് ഇടപഴകി കല്യാണം ആയപ്പോഴത്തേക്ക് മൂന്നാമത്തെ പറയാൻ നേരം 2ാമത്തെ മാസമായിരുന്നു അമ്മൂമ്മ. മനസ്സിലായോ? ഇതൊന്നും നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. നിങ്ങളെപ്പോലത്തെ ഒരു നല്ല കുടുംബത്തിന് പറ്റിയതല്ല. നാളെ മുതുക്കിലിറങ്ങി ഓരോരുത്തർ സംസാരിച്ച് അത് പ്രശ്നങ്ങളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്തുക. ഞാൻ അവരുടെ സംസാരിച്ചു, ഉള്ള പ്രോഡക്റ്റിന്റെ കൂടെ വേറെ എക്സ്ട്രാ പ്രോഡക്റ്റ് വരുന്നതിന് മുമ്പ് കട്ടിയെ കൂടെ. ബോൺവിറ്റയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടെന്നീസ് ബോൾ കണക്കാണ് നമ്മളിത് റെഫർ ചെയ്യുന്നത്. മനസ്സിലായോ? ആ കൊച്ചു അവന്റെ തന്നെയാണോന്ന് ഡൗട്ട് ഉണ്ടല്ലോ. തിരുത്താൻ പറ്റത്തില്ലല്ലോ ബ്രോ, നീ വളർന്ന സാഹചര്യം അതാ. അത് എന്താണ് ഇത് മാത്രമല്ല സംസാരിക്കാൻ. മറ്റേ നമ്മുടെ കല്ലാണ് അങ്ങോട്ട് തരുന്നേ, കല്ല് അങ്ങോട്ട് തരുകയാണ്. അപ്പം നിങ്ങള് തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? വാസു, അത് നമ്മള് എന്ത് തരും എന്താ വെച്ചാ നമുക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല. അങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരു കല്ല് ഇങ്ങോട്ട് തരുവാണെങ്കിൽ നമ്മളൊരു തങ്ക കട്ടിയാണ് അങ്ങോട്ട് തരുന്നത്. ഇതെന്താണ് ഇത്? നമ്മള് പ്രൈവറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരല്ലേ, കാരണം വരെ സംസാരിക്കുന്നത് വരല്ലേ പ്ലീസ്. എനിക്കൊരു കാര്യം പറയണ്ടേ. എന്തായിരുന്നു നമ്മളങ്ങോട്ട് തങ്ക കട്ടി കൊടുക്കുന്നില്ലേ? അടുത്ത പ്രശ്നം എന്താണ്? ചന്ദ്ര ഡാഡിയോട് സംസാരിക്കേ, ജോക്കി ഡാഡിയോട് സംസാരിക്കേ. ഡാഡി അടുത്തൊന്നും വരില്ലേ? ഡൗറിയുടെ കാര്യമല്ല പറഞ്ഞായിരുന്നോ? ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. ഞാനൊരു 2500 പ്രതീക്ഷിക്കുന്ന. നിനക്ക് എത്ര വേണം? എനിക്ക് 2000, 1500 എടുത്തോ. പിന്നെ ഇതുപോലെ ഒരു വലിയൊരു ബാധ്യതയുടെ തല ചുമക്ക, അതിൻ്റെതായിട്ടുള്ളൊരു ഇത് വേണമല്ലോ നമുക്ക്. ശരിയാ. പിന്നെ 2500 കോടി എന്താ അങ്ങനെ ഉണ്ടാവും? പിന്നെ പുത്തു പോലെ ഉണ്ടാക്കും. ഞാൻ ചെറുക്കന്റെ തന്നെ കാണുമ്പോ ഒരു 10,000 കോടി കഴിവറവൻ നിൽക്കുന്നുണ്ടല്ലേ അവൻ കള്ളന്റെ പോലെ. ഞാൻ ഡിലേ ആക്കാം. നീ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് ഇമേജിന് കൊണ്ടുവന്നിട്ടോ. പ്രശ്നം ഡാഡി ഒന്ന് വരുമോ? ഡാഡി വരാം. ഡാഡി നമുക്ക് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. നമ്മള് നിങ്ങൾക്ക് ഡിമാൻഡ് ഒന്നും ഇല്ലെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തണമല്ലോ. അപ്പൊ അവരെ ഒന്ന് സെറ്റിൽ ആക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഒരു 2,500 കോടിക്കകത്ത് എല്ലാം നടക്കും, കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് എന്റെ. അതെ, കല്യാണത്തിന്റെ ഭാഗമായിട്ട് എക്സ്പെൻസ് ആണ് ഇത്. മനസ്സിലായി? 2,500 കോടിയോ? 2,500 ഞാൻ പറയുന്നത് അങ്കിള്, ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാല്, നമുക്ക് അവർക്ക് താമസിക്കാൻ ഒരു വീടും നമുക്ക് കൊടുക്കുന്നതിന് തെറ്റില്ലല്ലോ. കാരണം നമ്മളെ കുട്ടിയല്ലേ. അതെ, എല്ലാം കൂടെ നമുക്കൊരു ഇതൊരു നാട്ടു നടപ്പിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കൊരു 2,500 കോടിക്കകത്ത് ഒതുക്കാവത്. അതെ, ഞങ്ങളുടെ കല്യാണത്തിന്റെ ചെലവല്ലേ? 100 കോടികൾക്ക് തുല്യമാണ് അവൾക്ക്. എന്താണ് കല്യാണത്തിന് അങ്ങനെയാണെങ്കിൽ 100 കോടി പെണ്ണിന്റെ ഇത് കുറച്ചിട്ട് ബാക്കി 2,400 2,500 കൊണ്ടാൽ മതി.
400 ബാക്കി 100 കോടി പെണ്ണിന്റെ അത് പുള്ളിക്കാരി അത് മൈനസ് ചെയ്തിട്ട് ബാക്കി 2400. കുടുംബക്കാരല്ലേ നമ്മളിപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ എന്റെ പൊന്നെ ജോണി അല്ല പൊന്നെ എന്താ ബ്രാഡിയുടെ പേര്? കുട്ടി ഞാൻ ഈ അലീനയുടെ അച്ഛനോട് സംസാരിക്കുകയാണ്, പ്ലീസ് അതിൽ ഇന്റർഫിയർ ചെയ്യല്ലേ. കുടുംബക്കാർ സംസാരിക്കും. ഒരു മിനിറ്റ് എലിമോളൊന്ന് വന്നേ. ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. ഇങ്ങോട്ട് വന്നേ, വാസു ഇങ്ങോട്ട് വന്നേ, വാസു ഇങ്ങോട്ട് വന്നേ, വാസു ഇങ്ങോട്ട് വന്നേ. താങ്ക് യു നിന്റെ സീറ്റ്. എടി ചന്ദ്രന് സീനൊന്നും ഇല്ലല്ലോ, അവൻ എന്തിനു പറയാൻ വന്നേ? അവൻ എന്ത് പറഞ്ഞേ? ചന്ദ്രൻ പറഞ്ഞത് 2500 കോടി എണ്ണി വാങ്ങിക്കണമെന്നാ പറയാൻ വന്നേ. അവനെ പോയത്, അവൻ ആരാ പറഞ്ഞ ബുദ്ധിയില്ലാന്ന്. ഈ എലി ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. തങ്കക്കട്ടിയാണ്. എന്തോ തങ്കക്കട്ടി? തങ്കക്കട്ടി നമ്മളെ താനോസിന്റെ കൈവരെയാക്കി അവനെ. തങ്കക്കട്ടി ഇവനൊക്കെ ഒരു മൂത്രത്തിക്കല്ലിന്റെ വിലയെങ്കിലും ഉണ്ടോ? എന്നിട്ട് നമ്മൾ അത്ര ആക്കി വെച്ചേക്കുവാ. അതിന് 100 കോടി കുടുംബക്കാര് അല്ല, ഈ കുടുംബക്കാര് 100 കോടിക്ക് പുറത്ത് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അകത്തൊരു സെറ്റപ്പ് ഉണ്ട് ഒരുമാതിരി. എന്തോന്നത് രാജാപ്പാട്ട് സിനിമയെ പൂത്ത കാശുണ്ട് ഈ ഡാഡി എന്ന് പറയുന്ന ആളുടെ കയ്യില്. പിന്നെ പണക്കാരനാ, വലിയ ഫാമിലിയിലാ. 2500 അങ്ങേറെ സാമാനത്തിലൊരു രോമം. വാസുമോനെ, നമ്മുടെ തങ്കം പോലുള്ള ഒരു കുട്ടിയെ അങ്ങോട്ട് തരുമ്പോ അവക്ക് ജോലി അങ്ങോട്ട് തരും. അവളും തങ്കക്കട്ടിയാണ്, നമ്മുടെ കല്ലും കട്ടിയാണ്. അവളൊരു ജോലിക്കാരിയാണ് അവള്. ചെറുക്കനുണ്ടല്ലോ, ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ മണിക്കൂർ 1 ലക്ഷം വെച്ച് സമ്പാദിക്കും. സത്യം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നമ്മൾ വണ്ടിക്കച്ചവടം ഒന്നുമില്ല, ഒരു കല്യാണമല്ലേ. സത്യം, കല്യാണമല്ലേ. നമ്മളിങ്ങനെ അത് മോശമാണ്. അപ്പൊ എന്റെ മോക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുത്തങ്ങോട്ട് അയക്കാം. നിങ്ങൾ പൊന്നുവില നോക്കുന്ന എനിക്കറിയാം. നിങ്ങൾ കൊടുത്തങ്ങോട്ട് അയക്കുന്ന പറഞ്ഞാൽ ഉണ്ണിയപ്പം കൊടുത്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അറിയുന്നേ? എന്റെ ജോക്കി, എന്റെ സ്വന്തം മോളെ ഞാൻ അങ്ങനെ ഉണ്ണിയപ്പം കൊടുത്ത് വിടുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇല്ല. എന്നാലും നമുക്ക് നമ്മളറിയണ്ടേ, നമ്മളിത് അറിയണ്ടേ. കൂടാനുള്ള സ്വത്തുക്കളുണ്ട്, അതെല്ലാം അവക്കുള്ളതാ. അതെ അതെ അതെ. എന്റെ കാലശേഷം മാത്രം. വാസവണ്ണ വിളിക്കണ്ടെന്നല്ല പറഞ്ഞ. അപ്പൊ എന്റെ കാലശേഷം ചന്ദ്രനുള്ളതാണ് ആ സ്വത്തുക്കളെല്ലാം. അതൊക്കെ നിന്റെ ഇഷ്ടമാണോടാ. നീ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ അച്ഛനെ അച്ഛൻ കുണ്ണ എന്ന് വിളിക്കുമെങ്കിൽ അങ്ങനെ മാറ്റി വിളിക്കാം. അതൊക്കെ നിന്റെ പേഴ്സണൽ താല്പര്യം. നിങ്ങളുടെ താനോസിന്റെ കല്ല് പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്റെ തങ്കക്കട്ടിയും. അല്ല, എനിക്ക് പറയാൻ വയ്യെന്നേ, അത്രയും എനർജി കളയാൻ വയ്യ, അതുകൊണ്ടാണ്. മനസ്സിലായോ? ഞാൻ അവളുടെ കുടുംബമാണ്, ഞാൻ അവളുടെ ചേച്ചിയാണ്. പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുന്ന എന്തിനാ ഈ വകയിലെ ബന്ധം? നമുക്ക് പിന്നെ സംസാരിക്കാം, അത് പിന്നെ സംസാരിക്കാം. ഡാഡി, നമുക്ക് ഇനി എന്തായാലും അവരുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കണ്ടേ? അകത്തോട്ട് പോവാൻ ഡാഡി. അവരുടെ കൂടെ വിളിച്ച് അവരുടെ അടുത്തും കൂടെ സംസാരിച്ചിട്ട് നമുക്ക് ഫൈനലൈസ് നമുക്ക് സംസാരിക്കാൻ പറ്റും. അത്രയും ബന്ധുക്കാരിക്കുന്നുണ്ടേ. എന്നാ അവരെ ഇങ്ങോട്ട് വിളിക്കാം. വാസു അവരെ ഇങ്ങോട്ട് വിളിക്കാം, അതാ നല്ലത്. ദാണ്ടി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. എന്തായാലും നാണൊക്കെ അലീനെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ? എല്ലാരും 10-20 കല്യാണം കഴിക്കുമോ? സത്യം. ഇതൊക്കെ ഒരു വട്ടമല്ലേ ഉണ്ടാവുള്ളൂ. ചിലവർക്കൊക്കെയാണ് റയറായിട്ട് 2-3 ഭാഗ്യം ഉണ്ടെങ്കിൽ. അതെ, അലീനയ്ക്ക് സമ്മതക്കുറവൊന്നുമില്ലല്ലോ. അലീനയ്ക്ക് സമ്മതക്കുറവൊന്നും ഇല്ലല്ലോ. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പെണ്ണാണ് അലീന. എന്റെ സ്നേഹം എനിക്കൊന്ന് സംസാരിക്കണം. ആർക്കോ സംസാരിച്ചോ? അലീന ഇങ്ങോട്ട് മാറിക്കാവാ. ഇങ്ങോട്ട് എനിക്ക് അണ്ണൂരിട്ട് മാത്രമായിട്ട് സംസാരിക്കണം. ഈ നരന്തിന്റെ കാര്യം ഞാൻ മറന്നു കേട്ടോ. നമ്മളെല്ലായിടത്തും ഒരു അധികപ്പറ്റാവുന്നു എനിക്കൊരു സംശയം കേട്ടാ. ഞാൻ ചെറുക്കനെ എങ്ങനെയാണ് വളർത്തിയേക്കുന്നത്? എന്നാ പിന്നെ സംസാരിക്കും, ഇവിടെ നിന്ന് സംസാരിക്കും. അതെ, ഈ അവസാനത്തെ എന്ന് പറയുമ്പോ ഇനി ആർക്കും കല്യാണം ഇല്ല. എന്തിനാ കല്യാണം കഴിക്കുന്നേ? അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവര് എന്റെ പൊന്ന അലീനെ, അതൊന്നും നമ്മുടെ വിഷയമല്ല, മനസ്സിലായോ? കല്യാണത്തിന്റെ എന്റെ പൊന്ന അച്ഛ, നാം പറഞ്ഞില്ലേ ഞങ്ങൾ സംസാരിക്കണമെന്നൊന്ന് മാറി തരുമോ കുറച്ചു നേരം? പെണ്ണിന്റെ അടുത്തല്ലേ സംസാരിക്കണേ, നമ്മൾ മതില് ചാടിയൊന്നും പോകത്തില്ല. അപ്പോ
അവർക്കൊക്കെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പൊ അവര് നമ്മളെ പ്രാഗത്തില്ല. അപ്പൊ നമ്മള് കല്യാണം എന്റെ പൊന്നുകുട്ടി വേണമെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ അലീനെ, വേണമെങ്കിൽ കല്യാണം കഴിച്ച് ഇവനെയും കൊണ്ടിട്ട് ജീവിക്കുക. എനിക്കിപ്പോ വലിയ നിർബന്ധമൊന്നുമില്ല, മനസ്സിലായി. അന്ന് എന്റെ കാല് പിടിച്ചോണ്ട് എനിക്ക് മനസ്സലിവ് തോന്നിയതാ. ബാക്കിയുള്ളവരുടെ കല്യാണം കഴിപ്പിക്കണോ വേണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അലീനയ്ക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? വാസന നോക്കിയാണോ? പിന്നെ ഒരു കാര്യം പറയട്ടെ, എന്റെ അടുത്ത് ഈ കല്യാണത്തിന്റെ ഒരു ആശ ഇവന്റെ അടുത്ത് ഞാൻ ആദ്യം പോയി ചോദിച്ചേ. ഇവന് പറഞ്ഞത് ഇവന് പെണ്ണേ വേണ്ട, ഗ്യാങ് ഞാന് പിള്ളേരെ ഇവരൊക്കെ മതി. പിന്നെ ചന്ദ്രന്റെ അടുത്ത് ചോദിച്ചു, ചന്ദ്രനാണല്ലോ ഇപ്പൊ ഈ മോനും ഇതൊക്കെ ഉള്ളത്, ചന്ദ്രൻ നടത്തിക്കോട്ടെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇവരുടെ കാലശേഷം ഇവരുടെ കുടുംബം മുന്നോട്ട് പോകണ്ടേ? അവരുടെ കാലശേഷം അവര് കൈവച്ച് നടന്നോളൂ. അത് നമ്മൾ ഈ കാര്യം ഒന്ന് നോക്കണം, ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? മനസ്സിലായോ? നമ്മള് നോക്കിക്കോളാം. അല്ല, കരയുവാണോ? അല്ലല്ല, സന്തോഷമല്ലേ, സന്തോഷമല്ലേ. കോമഡിയില് ചിരിച്ചതാണ്. അലീന്റെ കുടുംബത്തോട്ട് വരുമല്ലേ, ഇതൊക്കെ പഠിപ്പിക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയും, കല്യാണം കഴിഞ്ഞ് ഗ്യാങ്കൂസി കയറരുത് കേട്ടോ, കാലയിൽ പിടിക്കും. അയ്യോ അങ്ങനല്ല അലീന, ഗാംഗോസ് ആണ് നമ്മുടെ വീടെങ്കിലും അലീനയ്ക്കും ചന്ദ്രനും താമസിക്കാനായിട്ട് സ്പെഷ്യൽ ഒരു വലിയ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് നമ്മള്. അതെ അതെ അതെ, ഫ്ലാറ്റ് വേണ്ട, വീട് മതി. വീടൊക്കെ വീട് ചന്ദ്രന് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് പണിയാം. ചന്ദ്ര ഇങ്ങോട്ട് നിക്ക്, ചന്ദ്ര ഇങ്ങോട്ട് നിക്ക്, ചന്ദ്ര വീട് നോക്കല്ലേ? എന്താണ് നമ്മുടെ വീടിന്റെ അല്ലേ? ചന്ദ്ര ഇങ്ങോട്ട് നിക്ക്, ഫ്രണ്ടിലോട്ട് നിൽക്കടാ. എല്ലാരും ഒന്ന് പോയാ. അലീനയുടെ കുടുംബ വീടാണ് ഇത്. അത് ഞങ്ങളുടെ വീടാ. നീ എന്തിനാ അവരോടൊപ്പം നിൽക്കുന്നത്? വാസു ഇപ്പുറത്ത് വാ. ഞാൻ അല്ല, ചന്ദ്രനൊന്നും പറയില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, രണ്ടുപേരുടെ നിങ്ങളുടെ അടുത്ത് പറയാണ്. നിങ്ങളൊരു ജീവിതത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ആദ്യത്തെ ഘട്ടത്തിൽ നിൽക്കുകയാണ്, മനസ്സിലായി. ഇതൊരു പെണ്ണുകാളിലാണ്. നിങ്ങൾ രണ്ടുപേരും ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബക്കാര് കല്യാണത്തിന്റെ കാര്യം പ്രൊസീഡ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം ജീവിക്കേണ്ടത്. സോ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയും സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതെ, ഉറപ്പുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു മോനുണ്ടല്ലോ, ഒരു വേട്ടവടിയും ചെറുക്കനെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മിനിറ്റ് കാര്യം തീർക്കാം. എന്നിട്ട് നമുക്ക് വീട്ടുകാരോട് ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോ പെണ്ണ് കണ്ടേ ഉള്ളൂ, ഞാൻ സംസാരിക്കട്ടെ. സൂര്യബോസേ വാടാ. സൂര്യബോസേ, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉങ്ക അപ്പാവുടെയും അമ്മാവുടെയും വാസു அவங்க அப்பாவுடையும் அம்மாவுடையும் கல்யாணம் நடத்துறதுக்காக நடத்த போறேன். நாங்கள் அதுக்குதான் இங்க வந்தேன். நீங்க ரொம்ப பாக்கியசாலி, விட்னஸ் பண்ண அவசரம் கிடைச்சிருக்கு. അതെ, ഉനക്ക് സന്തോഷമാ, സമ്മതമാ ഉങ്ക അപ്പാ അമ്മാവുടെ ഉനക്ക് സമ്മതമാ അപ്പാവുടെ അമ്മാവുടെയും കല്യാണം സമ്മതം. അപ്പൊ ചന്ദ്ര, ഇതിനകത്തൊന്നും പിന്മാറ്റം ഇല്ല. നമ്മള് ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ നടത്തും, മനസ്സിലായി. ഡാഡി വരൂ സൈഡിലോട്ട്. ഡാഡി ഇതിന് മാറിയിരിക്കുന്നേ. അപ്പൊ ഡാഡി ഇല്ല, ഡാഡിയുടെ വരൂ. നമ്മള് അന്നേരം എന്തോ ഡാഡി സംസാരിക്കും. ഡാഡിയോട് പറ. ഞാൻ എന്താ ഇതില് പറയാ, നിങ്ങളുടെ തീരുമാനം. മക്കള് പറ, മക്കളെ. അപ്പൊ അച്ഛനും വലയും സംസാരിക്കും. ഡാഡി കമോൺ. ഇങ്ങനെ നീ അമ്പലത്തിന് ചുറ്റും വലം വെക്കുന്നതാണ് കൂടുന്നേ. മക്കളെ, നിങ്ങളുടെ തീരുമാനം എന്താണ്? കല്യാണം കഴിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞങ്ങളുടെ ഒരു. അതെ അതെ അതെ. ഒരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞു. ഒരു കാര്യം, ഞങ്ങൾക്കൊരു കാര്യം പറയണ്ട വാസണ്ണ. കാരണം ഇപ്പം ഞങ്ങൾക്ക് ഒരു പ്രിപ്പയറിംഗ് ടൈം എന്ന് പറഞ്ഞാലേ, അതായത് ഇപ്പൊ അലീന ബിസിനസ് ഒക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എലി വിദ്യയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. പിന്നെ ഞാനിപ്പോ മെല്ലെ മെല്ലെ ബിസിനസ്സുകളിലോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയല്ലോ വാസണ്ണ. ഇപ്പൊ പമ്പായിട്ട് ഫ്യൂൽ സ്റ്റേഷൻ ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾക്കൊന്ന് പ്രിപ്പയർ ആവാനായിട്ട് ഒരു വർഷം വേണം. ഒരു വർഷോ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ കാര്യം പറയട്ടെ. എനിക്ക് തിരിച്ചു പോവാൻ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോകണം, മനസ്സിലായോ? എനിക്ക് ഈ വെയിറ്റ് ചെയ്യാനും എനിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു എൻഗേജ്മെന്റ് നടത്തി വെക്കാം. ഒരു എൻഗേജ്മെന്റ് നടത്താം. നിങ്ങള് കല്യാണം നടത്തുന്നത് എന്തിനാ? നാട്ടുകാർ മൊത്തം അറിയണ്ടേ കല്യാണം കഴിഞ്ഞു, നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാന്നുള്ളത്. അപ്പൊ സിറ്റി അറിയണം, നീ എൻഗേജ്ഡ് ആയി, ഇവൾ എൻഗേജ്ഡ് ആയി. ഞാൻ അതും പറഞ്ഞിട്ട് ഇങ്ങനെ വാസന ഇങ്ങനെ നിൽക്കുമ്പോ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട ചന്ദ്ര. നീ ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. ഡാഡി നമുക്ക് അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, അത് മേജറായിട്ടുള്ള കാര്യമാണ്. വാസന നിൽക്കുമ്പോ ഞാനിങ്ങനെ
എൻഗേജ് ആവുക, കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് എന്റെ ഒരു പൊന്നേ, ശരിയായ ഒരു എടാ കാര്യമല്ല. ഞാനൊരു കാര്യം പറയട്ടെ, എടാ ഇത് നീ എന്നെ അങ്ങനെയാണോ അല്ല, അണ്ണൻ അങ്ങനെ അപ്പൊ അണ്ണൻ സിഗ്മയായിട്ട് എടാ ഞാൻ ഇവിടെ നിൽക്കുന്നില്ലടാ മൂത്ത് നിറച്ച്. എന്നൊക്കെ മൂത്ത് ജോക്കി ഇവിടെ നിൽക്കുന്നില്ലേ? ഞാനും അതുപോലെ ഇത് ജീവിച്ചു നിന്നെ കെട്ടിക്കുന്നില്ലേ? നമുക്കൊരു കുഴപ്പമില്ല, നമ്മുടെ പ്യൂർ ഇനിഷ്യേറ്റീവ് ആണ് ഇത്, മനസ്സിലായത്? അണ്ണനെ തളർച്ച വധിച്ചോണ്ടല്ലേ? അണ്ണന് തളർച്ച പറിച്ചോന്നുള്ളത് ഞാനിപ്പോ ഒരു ഉത്തരം പറയുന്നില്ല, കാരണം അച്ഛൻ നിൽക്കുന്നുണ്ട്. ഞാൻ ഇത് നമുക്ക് നടത്താം കേട്ടോ, എൻഗേജ്മെന്റ്. ഡാഡി നമുക്കപ്പോ ഒരു എൻഗേജ്മെന്റ് നടത്തി വെക്കാം. ഒരു എൻഗേജ്മെന്റ് വരുന്ന ആഴ്ച. നമുക്ക് വളരെ വളരെ ഇന്റിമേറ്റ് ആയിട്ട് ഒരു എൻഗേജ്മെന്റ് നടത്താം. ഇന്റിമേറ്റ് അല്ല, അയ്യോ അങ്ങനെ പറ്റൂല ഡാഡി. നമ്മുടെ ചെറുക്കൻ താനോസിന്റെ ഡാഡി മനസ്സിലായോ? ഈ കയ്യിലെ കല്ലാണ് സിറ്റി മൊത്തം എനിക്ക് വിളിക്കണം. ഈ സിറ്റിയിൽ ഏത് വളവിനും മൂലയ്ക്കും എല്ലാം അലീനയുടെ ചന്ദ്രന്റെ ഫ്ലെക്സ് കൊണ്ട് നിറയണം. അതെ 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 അതെ, നമ്മള് വലിയൊരു സ്കെയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ല, അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഞങ്ങളെ ഇപ്പം എൻഗേജ്മെന്റ് ഇപ്പൊ നമ്മളിപ്പം കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞങ്ങളോട് ഇഷ്ടത്തിലായിരുന്നു. അപ്പൊ ഇപ്പം അത് ഒഫീഷ്യലായിട്ട് രണ്ട് വീട്ടുകാരും കണ്ട് സംസാരിച്ചു. അപ്പൊ അതിന്റെ രീതി നമുക്ക് എൻഗേജ്മെന്റ് താല്പര്യമില്ല. ഞങ്ങൾക്ക് നേരെ ഇനി നമ്മൾ ഇത്ര നാളെ പ്രേമിച്ച് നടന്നില്ല. ചന്ദ്ര നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ജോക്കി എന്ന് പറയണത്. പുള്ളിക്ക് ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കാര്യം പറയട്ടെ, എൻഗേജ്മെന്റ് നടത്തും, അത്രേ ഉള്ളൂ. ഞാൻ ഇഷ്ടവും ചോദിക്കുന്നില്ല, അനിഷ്ടവും ഒരു മാസമല്ല, ഉടനെ അടുത്ത ആഴ്ച ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. വാസു അതിന്റെ കാര്യങ്ങൾ അതിനുള്ള ഡാഡി ഞാൻ പറയുന്നത് കേക്ക്. ഡാഡി വരൂ, ഡാഡി എത്രയും ഇവരൊന്ന് മാറ്റി നിർത്തി നമുക്കൊന്ന് സംസാരിക്കാം. വരൂ ഡാഡി, വരൂ. ജോക്കിമൻ വന്നേ. എന്തെങ്കിലും നടത്താന്ന് പറയുമ്പോ അവന്റെ ഓരോരോ എക്സ്ക്യൂസസ്. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. വാസു മോനെ, ചന്ദ്രനെ കെട്ടിച്ചു വിടാൻ നിങ്ങൾ ഇത്ര ധൃതി എന്തെങ്കിലും അസുഖം ഉണ്ടോ അവന്? അപ്പൊ എന്റെ അവലൊരു പൈൽസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അസുഖങ്ങളൊന്നും. അങ്ങനെ തോന്നരുത് ഡാഡി, അതല്ല ഡാഡി അതിന്റെ റീസൺ. ഡാഡി ഞാൻ തന്നെ പറയട്ടെ ഡാഡി, ഞങ്ങളുടെ ജോക്കി ആക്ച്വലി നമ്മള് വളരെ റെയർ ആയിട്ടാണ് സിറ്റിയിലൊക്കെ വരുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ ഫുൾ ട്രാവൽ, തീർത്ഥാടനം, അങ്ങനെ എല്ലാം പോകുന്ന ഒരാളാണ് മെന്റൽ പീസിന് വേണ്ടിയിട്ട്. അപ്പൊ പുള്ളി അടുത്ത ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ ഡാഡി വളരെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. എപ്പോ വരുമെന്ന് പോലും പറയാൻ പറ്റില്ല ഡാഡി. സോ ഡാഡി ഞാൻ പറയുന്നത്, ജോക്കി ഇവിടെ ഉള്ളപ്പോ ഡാഡി ഈ ഒരു കല്യാണം നടത്തണം ഡാഡി. അതാണ് എന്റെ ഒരു ഉദ്ദേശം തന്നെ, അതാണ് ഡാഡി. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ തലയിലേക്ക് ചന്ദ്രനെ അടിച്ചു വെക്കുക, അല്ലെ ചന്ദ്രനെ ലോക്കാക്കുക, അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല ഡാഡി. ഇല്ല ഡാഡി. ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ. അച്ഛാ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഡി എന്ന് പറഞ്ഞ പിന്നെ അച്ഛാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പൂപ്പനാണോ അതിന്റെ അർത്ഥം? ഡാഡി എന്ന് പറഞ്ഞ അച്ഛനല്ലേ? അച്ഛാ, അത് അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഈ പരിപാടി നടത്തിയിട്ട് വേണം എനിക്ക് പോവാൻ. മനസ്സിലായോ? അതെ ഡാഡി, മനസ്സിലായോ? ഇവർ കയറ് പൊട്ടി നിൽക്കുന്ന പശുവാണ്. യെസ് ഡാഡി, മനസ്സിലായോ? പശുവിന്റെ വിത്തല്ലേ കിടക്കുന്നത്. അത് നമുക്ക് ഉറപ്പില്ല കേട്ടോ, നിങ്ങളുടെ മോളോട് ചോദിക്കണം, അത് വേറെ കാര്യം. അപ്പം ഈ കയറ് പൊട്ടി നിൽക്കുന്ന പശുവിനെ നമ്മൾ എത്രയും പെട്ടെന്ന് പിടിച്ചു കേട്ടോ. എക്സാക്ട്ലി ഡാഡി. സോ വി നീഡ് ടു ഡു ദിസ് ASAP. യെസ് ഡാഡി. ഓക്കേ we'll do it. ചന്ദ്രമോനെ, ഞാൻ വാസുമോനോടും ജോക്കിയോടും സംസാരിച്ചതില് എന്താ പറയുന്നവര്? മോന്റെ കയറ് പൊട്ടി നിൽക്കുകയാണെന്നാണ് അവര് പറയുന്നത്. ഇല്ല, എന്റെ കയറ് എന്തായാലും ഇപ്പൊ ഉടനെ പൊട്ടൂല. കാരണവന്മാർ തീരുമാനങ്ങൾ എടുക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു ചന്ദ്ര, അടുത്ത ആഴ്ച എൻഗേജ്മെന്റ്. അതിന്റെ അപ്പൊ അങ്ങോട്ടില്ല. ബി റെഡി ചന്ദ്ര, അടുത്ത ആഴ്ച എൻഗേജ്മെന്റ്. ഞാൻ റെഡി അല്ല അന്നോ. എന്താണിത് വാസു? ഞാൻ റെഡി അല്ലെന്ന് പറയുമ്പോ we need time. ഒന്ന് വന്നേ ചന്ദ്ര ഒന്ന് വന്നടാ. വാസുണ്ണ എന്നെ നിർബന്ധിച്ച ചന്ദ്ര, ഞാൻ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും? എത്ര തവണ? ഞാൻ നിർബന്ധിച്ചിട്ടില്ല. ഒന്ന് അണ്ണന്റെ ആദ്യത്തെ കള്ളവെടി. അല്ല നിങ്ങളത് സംസാരിച്ചോ, കുഴപ്പമില്ലടാ, ഇതൊന്നും കുഴപ്പമില്ല. നമുക്ക് എനിക്കൊരു 5 മിനിറ്റ് ജോക്കി. ചന്ദ്ര ഒന്ന് വന്നേ. അണ്ണന്റെ ആദ്യത്തെ ലൈവ് ബ്ലാസ്റ്റിന് ഞാൻ കൂടെ നിന്ന്, രണ്ടാമത്തെ ലൈവ് ബ്ലാസ്റ്റിന് ഞാൻ എന്റെ ഹാർട്ട് കൊടുത്ത്,
അണ്ണ ഞാൻ എന്തൊക്കെ കൊടുത്തു അണ്ണ എന്നെ എന്തിനൊക്കെ എന്നെ വഴകിപ്പിച്ചു എന്നെ എടാ ഞാൻ പറയുന്നൊന്ന് അണ്ണന്റെ സന്തോഷം ഇത് ഇത് പഴയതോലല്ല ചന്ദ്ര, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. അണ്ണ എനിക്ക് കുറച്ചുകൂടി ഫ്ലൈ ചെയ്യണം. ഞാൻ പറയുന്നൊന്ന് കേക്കടാ പ്ലീസ് റാ. നീ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ചെറിയ പ്രായത്തിലാണെന്നാണോ? ആ ചെറിയ പ്രായത്തിൽ എനിക്ക് 28 വയസ്സായി. ഈ ജോക്കിക്ക് എത്ര 42 ആവുന്നു. പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ആയി തുടങ്ങി. പുള്ളി ഈ ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടന യാത്ര എന്ന് പറഞ്ഞ് പോകുന്നത് എവിടെയാണെന്നറിയാവോ? കള്ളവടിക്കേ US ട്രീറ്റ്മെന്റിന് വേണ്ടി പോണതാ. എനിക്ക് സംശയമുണ്ട്. ഇല്ല എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ ചിന്ന വിടുന്നുണ്ട് ഞാനല്ലേടാ അതിന്റെ പേയ്മെന്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന. എനിക്ക് അറിഞ്ഞൂടെടാ. ഞാൻ പറഞ്ഞത് നീ ഒന്ന് വിശ്വസിക്കും. ഇത് തമാശയായിട്ട് എടുക്കല്ലേ. ജോക്കിക്ക് ആരോഗ്യനില വളരെ മോശമാണടാ. പുള്ളിയുടെ ഒരു ആഗ്രഹമാണ്. അത് നീ നടത്തിക്കൊടു. ഞാൻ ഈ അണ്ണുവിന്റെ ആഗ്രഹത്തിന് വേണ്ടിട്ടാണ് നമുക്ക് ജീവിക്കണ്ടേ നന്നായിട്ട്. ഫ്ലൈ ചെയ്യണം കുറച്ചുകൂടി. അതിനൊന്ന് ഞങ്ങൾ ഹെലികോപ്റ്റർ മേടിച്ചു തരാൻ പോവാണോ നിനക്ക് ഫ്ലൈ ചെയ്യാൻ? നീ അത് തമാശ കാര്യങ്ങളൊക്കെ വിട്. ഒരു കാര്യം പറയട്ടെ, എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാരും പറയും അണ്ണൂന് വാസുണ്ണന്റെ കഴിവില്ല, അണ്ണനെ കെട്ടാൻ നിൽക്കുവാണ്, അതാണ് ഇതാണെന്നൊക്കെ. അങ്ങനെ പറഞ്ഞില്ല. പറയുന്നവനെ നമ്മൾ കൊണ്ടുവന്ന് ഗ്യാങ്സ് കൊണ്ട് കൊല്ലൂലേ, കത്തിച്ചു കളയൂലേ? എന്റെ ഞാൻ കാര്യം പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുത്തപ്പനെ കണ്ടിട്ട്, നമ്മുടെ മറ്റേ കാട്ടിലെ മുത്തപ്പല്ലേ, ഞാൻ കണ്ട് കബഡി നിരത്തി നോക്കി. എനിക്ക് അടുത്ത 2 വർഷത്തേക്ക് കല്യാണ യോഗം ഇല്ലെന്നാണ്, അതായത് കല്യാണം കഴിക്കല്ലെന്നാണ് പറഞ്ഞിരിക്കണേ. കല്യാണം വേണ്ട, സമയത്തിന് നല്ലതല്ലെന്നാണ് ഇപ്പൊ ഒരു നല്ല തീരുമാനങ്ങളും എടുക്കല്ലെന്ന്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ അനിഷ്ടം സംഭവിക്കും. ചിലപ്പോ അണ്ണൂനെ തട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ സഹിക്കും? ഞാൻ കൊല്ലും. എല്ലാവർക്കും കിട്ടിക്കൂടെ? അങ്ങനെ ഒരു ഗുണം ഉണ്ടാവില്ല നിക്കട്ട്. അപ്പൊ ഞാൻ മരിച്ചു അങ്ങനെ കിട്ടിയ ഇല്ല. മുത്തപ്പന്റെ കബഡിയിലുണ്ടായിരുന്നാണ്. മുത്തപ്പന്റെ കബഡിയിലുണ്ടായിരുന്നു, വ്യക്തമായിട്ട് കണ്ട കാര്യമാണത്. അനിഷ്ടം സംഭവിക്കും കുടുംബത്തില്, വാറുകൾ തോക്കും. ഇത്രയൊക്കെ പിന്നെ നീ എന്തിനാണ് ഒരുങ്ങി കെട്ടി നീ കഴുത കല്ലിന് കൊണ്ടുവന്ന പോലെ വന്നത്? പെണ്ണ് കണ്ടില്ലേ? പെണ്ണ് കണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഡാഡി ഒരു വിളിച്ച്. അങ്ങനെ അച്ഛനായില്ലേ? നിന്റെ തന്തയ്ക്കോട്ട് കൊടു. നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛനെ കണ്ടല്ലേ ഞാൻ സാധനത്തോടെ ഡാഡി വിളിച്ചത്. കോലം നോക്കി തിരിഞ്ഞ് ഇതൊക്കെ എന്താ? ഇതൊക്കെ ബാക്കിലോട്ട് നോക്കിയാണ്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു ജോക്കി. എനിക്ക് ഇതിൽ കൂടുതൽ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. വാസു ഇങ്ങോട്ടോ, ചന്ദ്ര ഒരു മിനിറ്റ്. ഒരു അപ്പുകൂട്ടനല്ലേ? അപ്പുകൂട്ടൻ പൊക്കോണം പറഞ്ഞേ. ദർശനയുടെ പുറകെ നടക്കുന്നതിന് കിട്ടിയതാ നിനക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണ് ടൈം നിങ്ങൾക്ക്? പ്രിപ്പയർ എന്താണ് പ്രിപ്പയർ? ഒരു കൊച്ചു നട 10 വയസ്സായി അത് അവിടെ നിൽപ്പുണ്ട്. ഇനി എന്തോന്ന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക്? പറയട്ടെ, അതല്ല, നമ്മള് പോയിട്ട് മറ്റേ കബഡി നിർത്തി നോക്കി മുത്തപ്പന്റെ അമ്പലത്തിൽ പോയി. നേരം ഇപ്പം നല്ല കാര്യങ്ങളൊന്നും നല്ലതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുടുംബത്തെ അനിഷ്ടം സംഭവിക്കും. ചിലപ്പോ അണ്ണു ഇരുന്ന് സംസാരിക്കാൻ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഒരു മിനിറ്റ് ചെറുതായിട്ട് നോക്കിയിട്ട് പറഞ്ഞ കാര്യം എന്താ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കുടുംബത്തിലെ കാരണവർക്ക് എന്തേലും പറ്റുമെന്നാണ് ആ ഒരു കണ്ടത്. കാരണം ഒരാളാണ് നമ്മുടെ കുടുംബത്തിലെ. കാരണം ഞാൻ ഒന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കാരുള്ള. എടാ എനിക്കിപ്പോ എനിക്കിപ്പോ ഞാൻ പറയട്ടെ, തട്ടിപ്പോയെന്ന് പറഞ്ഞ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് തട്ടിപ്പോയെന്നൊക്കെ നമ്മളെ പേറ്റന്റ് ആഫീസൊക്കെ പിന്നെ ആര് നോക്കും? എടേ ഇത് വാസു ഇത് ഭയങ്കര ഇതാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ജോക്കി അല്ല ജോക്കി വേണ്ട. ഇത്രയൊക്കെ നമുക്ക് ഇത്ര ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ജോക്കി. നമുക്ക് ഇത്ര ചെയ്ത് അതല്ല അണ്ണു, ഞാനൊരു ഫ്ലൈയിങ് പോയിന്റ് ഇരിക്കുക. എനിക്കൊന്ന് കുറച്ചുകൂടി പറക്കണം, കുറച്ചുകൂടി നീന്തണം. പറഞ്ഞോ നീ എന്തോ അവള് നിന്റെ വാല എങ്ങനെ കെട്ടി വെക്കുന്നു? നീ പറഞ്ഞോ. കെട്ടിയതുപോലെ അല്ലേ അണ്ണു? എന്ത് മോങ്ങുന്ന കിടന്ന് വാസു? അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് കുടുങ്ങുന്നതാണെന്ന് നീ കുടുംബം നശിക്കും, കുടുംബം നശിക്കും. ആൾക്കാർ ഞാൻ ചാവുന്ന നിന്നെ എൻഗേജ്മെന്റ് നടത്തുന്നതിന്. അതാണ് പറഞ്ഞത്, കുടുംബത്തെ അനിഷ്ടം സംഭവിക്കും. അനിഷ്ടം സംഭവിക്കും, അനിഷ്ടം സംഭവിക്കും, സത്യയുടെ അനിഷ്ടം സംഭവിക്കും. അടുത്ത ആഴ്ച ഡേറ്റും കുറപ്പിച്ചു.
അടുത്ത ആഴ്ച engagement. ഡാഡി അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് നമുക്കൊരു ഡേറ്റ് നോക്കിയിട്ട് ഫിക്സ് ചെയ്യാം. നമുക്ക് അതെ, നമുക്കൊരു ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്തിട്ട് നടത്താം. ഇത് അങ്ങനെ ചെറുതായിട്ട് നടത്താൻ എനിക്ക് പ്ലാനില്ല ഡാഡി. എനിക്ക് വലിയ സിറ്റി കണ്ട ഏറ്റവും വലിയ എൻഗേജ്മെന്റ് ആയിരിക്കണം. പറയൂ സാബുരു. വസന്ത അലീന എന്റെ കസിനാണ്. സാബുരുന്റെ അതെ അതെ അതെ. അപ്പൊ എന്റെ കസിന്റെ കല്യാണം ഈ സിറ്റിയിൽ ഏറ്റവും വലിയ കല്യാണമായിരുന്നു. അതെ അതെ അതെ. ഞങ്ങള് പിന്നെ സാബ്ഗുരുവിന് ആ റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞില്ല. നമ്മള് കുറച്ച് കനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് സാബ്ഗുരു. എന്നാ ഒരു പെൺകൊച്ച് പറയുന്നതിന് ഒരു വാല്യൂ കൊടുക്കുന്നില്ല ആരും. അതിനെ സൂയിസൈഡ് ചെയ്യുമെന്ന് യോഗി പ്രഥമം മാത്രമല്ല എല്ലാം വേണം. എല്ലാ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഡെസേർട്സും എല്ലാം വേണം. സൂയിസൈഡ് നടത്തി കഴിഞ്ഞാൽ അവൾക്ക് ഫ്ലൈ ചെയ്യണമെന്ന്. അവള് ഫ്ലൈ ചെയ്തോട്ടെ, എൻഗേജ്മെന്റ് നടത്തിട്ട് ഫ്ലൈ ചെയ്താൽ മതി. വാസു, ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം ഞാൻ തന്നു. അവനെ അല്ലെങ്കിൽ കയറണമെന്ന് എനിക്ക് പണ്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു. നീ മരിക്കോ ചോദിക്കും. ഇത് എന്തൊരു കഷ്ടമാണ് പറയുന്നത്. എന്തിനിവിടെ വന്ന് നിന്നതാ പിന്നെ കല്യാണം നടത്താനെന്ന് പറഞ്ഞു ചോദിക്കണ്ടായിരുന്നോ പെണ്ണിന്റെ അടുത്ത്? പെണ്ണുകാളിൽ നടത്തി കഴിഞ്ഞാൽ പെണ്ണിന്റെ അടുത്ത് പിന്നെ നമ്മള് പിന്നെ ഇത് സമ്മതം അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ വിളിച്ചു വരുത്തിയത് ഇങ്ങോട്ട്? വിളിച്ചു വരുത്തിയത് ആര് പറഞ്ഞു? നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ വന്ന് കല്യാണം നടത്തണം, ആ കൊച്ചി കെട്ടാൻ മുട്ടിയിരിക്കുന്നത് പറഞ്ഞു നമ്മളെ വിളിച്ചു വരുത്തിയിട്ട്. നമ്മുടെ ചെറുക്കൻ, നമ്മുടെ കല്ല്, നമ്മുടെ കല്ലാണ് ചെറുക്കൻ. അവനെ നമ്മള് തങ്കക്കിണ്ടി. ഇതിപ്പോ എന്താണ് പ്രശ്നം? എന്താണ് ഞാൻ വന്നപ്പോഴേ പറഞ്ഞു നോക്കി ഇത് ലോക്കൽ സെറ്റപ്പ് ആണ്. ലോ ക്ലാസ് കുടുംബക്കാര്, വാടക കുടുംബക്കാരെ കണ്ടാറിവിടെ ഫ്ലോട്ട് കുറെ ടീമുകൾ. അത് തന്നെ ശിവന്റെ ഫ്ലോട്ടിൽ നിൽക്കുന്ന അതേ ആൾക്കാര്. ആണ്ടാ ശിവ ഇതേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തേന് രണ്ടാമത്തേന് ശിവ എന്ന് പറഞ്ഞ പോരെ. വിളിച്ചു വരുത്തിട്ട് മനസ്സിലെ ആൾക്കാരെ കളിയാക്കുന്നോ? അവളെ കേറി വരട്ടെ. അപ്സരസോ എന്തിയാടാ ആത്മഹത്യ അങ്ങനെ മനസ്സിലാവുന്നില്ല കേട്ടോ എനിക്കിങ്ങനെ. അല്ല യോഗി ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് കല്യാണം വേണമെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളിത് എഫേർട്ട് എടുത്ത് ഇവിടെ വരെ കൊണ്ടുപോകുന്നത്? അതെ, ഈ പെണ്ണുപിള്ളേരിൽ ഇത്രയും പേരെ ആളെ വിളിച്ചിട്ട് ഇവിടെ ഇവിടെ കൊണ്ട് നിർത്തരുത്. അവളുടെ നിപ്പ് കണ്ടോ അടിച്ചങ്ങ് തിരിക്കണം. എടാ ഇതിനെ തിരിഞ്ഞ് ഇങ്ങനെ പോയാൽ പിന്നെ ഇപ്പുറത്തോട്ട് വരരുത്. എടാ ഇതൊക്കെ ബുദ്ധിയില്ലാത്ത കുടുംബം. ഇതിപ്പോ നടത്തണ്ടേ? ഇത് നമ്മൾ ഇത്ര അപമാനിച്ച സ്ഥിതിക്ക് നമുക്ക് നടത്തേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു എനിക്ക്. ഇതെല്ലാം ജോക്കി ചെയ്യുന്ന യോഗി. ഇത് എന്തിനീ മാറി ടൈൽസിന്റെ അസുഖം വല്ലതും? പെണ്ണാണെങ്കിൽ അവിടെ ചാടി ചാകാനൊക്കെ. ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ ചന്ദ്ര, ഞാൻ ഒരു മിനിറ്റ് വരാം. നമ്മള് പോ. അല്ല ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പോ. അവള് കല്യാണം വേണമെന്നൊക്കെ പറയുന്നു. ഇനി നിന്നെ അലിയോടെ കണ്ട മുട്ടയിലെ തല്ലി ഒടിക്കുന്നില്ല. വെടിവെച്ച് എന്റെ പൊന്നെ സുഹൃത്തെ ഡാഡി എന്നല്ല ഇത്രയും നാളെ വിളിച്ച് ഇത്രയും നേരം വിളിച്ചത്. നമ്മൾ അച്ഛനെ ഒന്നും മാറ്റി വിളിച്ചില്ലല്ലോ നിങ്ങളെ. നിങ്ങൾ എന്ത് മര്യാദയാണ് നിങ്ങൾ നമ്മുടെ കുടുംബത്തിന് വരുന്നത്? ഡാഡിയെ പറയുന്നതല്ല, ഡാഡിയുടെ അല്ലേ മോള്. കാരണം ഈ പെണ്ണുമ്പളെ കണ്ടല്ലോ എലിയെന്ന് പറഞ്ഞ് നിൽക്കുന്നവള്. അവള് നമ്മളെന്തോ ലോ ക്ലാസ് ആയിട്ട് കാണുന്നത് നമ്മളെ. നമ്മൾ ഇത്രയും സമയം കളഞ്ഞ് കല്ലുകൊണ്ടിരിക്കുന്ന ചെറുക്കനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചു. നമ്മൾ ഇത്രയും ദൂരം വന്ന സമയത്ത് പെണ്ണ് ആറ്റി ചാടുന്ന ഇതെന്താണെന്ന്? എന്തൊരു കുടുംബം എന്തെങ്കിലും വന്ന് ഉടനെ ആറ്റി ചാടും. എൻഗേജ്മെന്റിന് റെഡിയാ. അതൊക്കെ വെള്ളം തല തൊടാത്തന്റെ പ്രശ്നമാണ്. ഇതൊക്കെ വെള്ളം തൊട്ടപ്പോ ബോധം വന്ന് എൻഗേജ്മെന്റ് നടത്താം. അതാണ് ഏറ്റവും
നിന്നെ കെട്ടാനല്ലേ വന്നേ? അനിയനെ കെട്ടാനാ ഞാൻ വന്നേ. അയ്യോ, ചന്ദ്രൻ വന്നേ. എടുത്ത കാലൊക്കെ വെച്ച് വെച്ചിട്ട് ഞാൻ അടിക്കും കേട്ടോ. ഞാൻ ഈ കുടുംബത്തിൽ ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലേ എന്റെ കുടുംബമാണിത്? ഇതൊക്കെ ഡ്യൂപ്പ്. ഞാൻ പറയട്ടെ, വാരിപ്പറക്കിട്ട് ഇടിക്കും എല്ലാത്തിനും ഇവിടെ ഇട്ട്. വാസണ്ണ കാര്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. എന്റെ ചെറുക്കന്മാരെ എല്ലാം പറഞ്ഞുണ്ടല്ലോ. പെണ്ണ് വേണമെങ്കിൽ പെണ്ണ് വേണം. എടാ, നിനക്ക് എല്ലാം ഞാൻ ഒറ്റ ചോദ്യം. പെണ്ണുമ്പിള്ളേ നിങ്ങളവിടെ ഒറ്റ ചോദ്യം നിനക്ക് ഇവിടെ വേണോ? അടിച്ച് റെഡിയാക്കി നിനക്ക് ചന്ദ്ര നിനക്ക് ഇവിടെ വേണോ? എന്താണ് നിനക്ക് ഇവിടെ വേണോ? നിനക്ക് ഇവിടെ വേണോ? ചോദ്യം ഒറ്റ ഉത്തരം. ആലോചിക്കുന്നില്ല ചന്ദ്ര. പറ നിങ്ങളുടെ ചെറുക്കൻ പ്രധാനമന്ത്രിയുടെ പേരൊന്നും അല്ലല്ലോ ചോദിച്ചേ. ഇവൾക്ക് ഇവനെ വേണോന്നാ ചോദിച്ചേ. ചന്ദ്രൻ വേട്ടയ്ക്ക് വേണ്ടെന്ന് പറ. നമുക്ക് എന്തിനാ നേരെ പെണ്ണേരില്ല. ചന്ദ്രൻ വേട്ടയ്ക്ക് വേണ്ടെന്ന് പറ. ചന്ദ്രനെ വിളിക്കുന്നത് നിന്റെ മോന്ത പിടിച്ചിടിക്കും ഞാൻ ഇവിടെ ഇട്ട്. എടാ ഒന്ന് പറയ ചന്ദ്ര. വേണോ വേണ്ടായോ അത് മാത്രം പറ. ചന്ദ്രൻ വേട്ടയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞേക്ക്. വേണം. അപ്പൊ ഇപ്പോൾ അലീനെ നിനക്ക് എൻഗേജ്മെന്റ് നടത്ത ഓക്കെ ആണോ? മോക്ക് സമ്മതല്ലേ? എനിക്ക് ഓക്കെയല്ല. എന്തിനടുത്ത് ഓക്കെയല്ല. പക്ഷെ കണ്ടോ ചെക്കന്റെ സമ്മതം ഇല്ലാന്നാണ് നിങ്ങൾ വാസ്തു നമ്മളെ കുടുംബ ഒരു മിനിറ്റ് നോക്കി. എലി, നിനക്ക് എന്നെ കെട്ടാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ ഈ ഒരു മൊമെന്റ് തീർക്കരുത്. എനിക്ക് നിങ്ങളെ കെട്ടാൻ പറ്റുന്നില്ല. അതിവിടെ തീർക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലേ ഇത്. വേറൊരു കാര്യം സംസാരിക്കും പ്ലീസ്. ഈഗോ പുറത്ത് വെച്ചിട്ട് എന്റെ വീട്ടിനകത്തോട്ട് കയറിയാ മതി എന്ന്. ഞാൻ ഇനി എന്റെ ഭാഷയും സംസാരമൊക്കെ മാറും ഞാൻ കേട്ടാ. പെണ്ണുമ്പിള്ളെ നിങ്ങൾ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുടുംബ വീടാണോ? ഇത് എന്തിടെ അവതാർ സിനിമയിൽ നിന്ന് ഇറങ്ങി വന്ന കുറെ കോക്കാച്ചികളുടെ അടക്കത്തെ ഒരു കുടുംബവും നമുക്ക് വീട്ടിൽ പോകണേ. ഇത് എന്തുവാ ഇത്? ഭയങ്കര മോശമാണ്. ജോക്കി, നമ്മളൊരു വീട്ടിൽ വന്നിട്ട് വീട്ടുകാരെ അപമാനിക്കുന്നത് ശരിയാണോ? എന്റെ പൊന്ന് ഡാഡി, ഞങ്ങൾ ഇത് സോൾവ് ചെയ്യാനല്ലേ നോക്കുന്നത്. എന്ത് സംസാരമാണ് ഡാഡി എന്ന് വിളിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും മോശം സംസാരിച്ചോ നിങ്ങളിത്? ഞാനും മോനെയും തന്നെ വിളിച്ചോണ്ടിരിക്കുന്ന. മോൻ പറ, മോന്റെ തീരുമാനം എന്താ? എന്റെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മോൻ വിളി ശരിയല്ലേ അങ്ങോട്ട്? ഒരു വർഷം എങ്ങനെ പറയുന്നു നിനക്ക്? അല്ലെങ്കിൽ അങ്ങനെ പറയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചന്ദ്ര, flight ചെയ്യണം. ഞാൻ ഒന്നും പറയാം, സംസാരങ്ങൾ ക്ലിയർ ആവണം. നീ ഇത് നിനക്ക് വേണോ വേണ്ടായോ? ഒരു വർഷം പറ്റത്തില്ല ചന്ദ്ര. ഒരു വർഷം ഒരാഴ്ചയിൽ എൻഗേജ്മെന്റ്. അലീന, ഇപ്പൊ നീ പ്രിപ്പയർ ആണോ? ഞാനും പ്രിപ്പയർ അല്ല. എടാ ഈ കുടുംബ ഇതൊന്നുമല്ല. എടാ വാസു, ഈ കൂട്ടത്തിൽ ബുദ്ധിയുള്ളതും ബോധമുള്ളതും എനിക്ക് നിനക്ക് മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എല്ലാത്തിനും വട്ടാണ്. നിങ്ങൾക്കെല്ലാം നമ്മളെ വിളിച്ച ആൾക്കാരെയും വിളിച്ചിട്ട് വരുത്തി നമ്മളെ കണ്ടിട്ട് എന്റെ പൊന്നെ പെണ്ണുമ്പിളെ ആ പർപ്പിൾ സാരി ഇട്ടു നിങ്ങൾക്ക് അങ്ങ് ഇളക്കമായിരുന്നല്ലോ ഇങ്ങോട്ട് വാ വാ വാന്ന് വിളിച്ചോണ്ട് വരാൻ. അപ്പൊ ടീച്ചർ അല്ല അതെന്തിയാ മറ്റേ പെൺപിളെ എന്തിയാ ആണ്ട് ഇപ്പുറത്തിരിക്കുന്നു. സ്ഥലവും പറയുന്നത്. പറഞ്ഞോട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നത് നമ്മളെ. ഡാഡി ഇതൊരു അബ്യൂസ് ആയി പോയിട്ടോ എനിക്ക്. ഡാഡി ഇങ്ങനൊരു അബ്യൂസ് ഈ ഇടയ്ക്ക് എനിക്ക് ജീവിതത്തിൽ മോനെ ഇത് പറഞ്ഞതാണല്ലോ അപ്പൊ കുടുംബക്കാരിൽ ഇത് ഞാനും അലീനും എന്റെ അലീനയുടെയും പേഴ്സണലാണ് ചന്ദ്രന്റെ പേഴ്സണൽ തീരുമാനം അത്. അലീനല്ല. നിങ്ങളിപ്പോ കല്യാണം കഴിക്കട്ടെ. ഞങ്ങളിപ്പോ ഞാൻ കാര്യം ചോദിക്കട്ടെ. എന്താ കുടുംബത്തിന്റെ മാനം കാണാൻ വേണ്ടി അവരുടെ ലിവിംഗ് അവളുടെ മോളെ. ഇതാണ് പറഞ്ഞത്. ഈ കുടുംബം ഈ പെണ്ണുമ്പിള്ള കുടുംബത്തിലോട്ട് പെണ്ണ് വേണ്ടാന്ന് ഇങ്ങനെ 1000 വട്ടം വാസുവിന്റെ അടുത്ത് പറഞ്ഞതാ. ഇവളൊക്കെ ഉള്ള കുടുംബത്തിലോട്ട് വന്ന് കേറി വേണ്ടാന്ന്. ഞാനൊരു കാര്യം പറഞ്ഞു. ഡാഡി ഇവളിവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഡാഡി ഒരു കാര്യം ഞാൻ ചോദിക്കാണ്. ഞങ്ങൾ ഇങ്ങനെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ തീരുമാനം? ലിവിംഗ് ടുഗദർ എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഇങ്ങനെ തീരുമാനം എടുത്ത നിങ്ങളുടെ തീരുമാനം എന്താ? എന്ത് തീരുമാനം? ലിവിംഗ് ടുഗദറോ? അല്ല, എനിക്ക് പറ്റത്തില്ല ലിവിംഗ് ടുഗദർ. നിന്റെ നീ എലിയുടെ കൂടെ അല്ലേ എലിയുടെ കൂടെ അല്ലേ അത് അവർ തമ്മിലുള്ള തീരുമാനമാണ്. നീ അനിയത്തിയുടെ നീ എന്തായാലും കാണിക്കും. നമുക്ക് ലിവിംഗ് ടുഗദർ ഒന്നും പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം. ലിവിംഗ് ടുഗദർ രണ്ടെണ്ണത്തിനും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് അല്ല ചന്ദ്ര വണ്ടി എടുക്ക പോകാം. അപ്പൊ ഞങ്ങൾ മിണ്ടാൻ പാടില്ല. പിന്നെ ചന്ദ്ര ഞാനൊരു കാര്യം പറയാം. ഇന്ന് നടന്നില്ലെങ്കിൽ ഇവിടെ കൊത്തുകളെ ഈ ഡാഡിയെ കുഴിച്ചു കൂടും എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങളങ്ങ് പോകും. പിന്നെ ഇത് നടക്കത്തില്ല. ഞാൻ എത്താ പോരെ?
ആരും പിടിച്ചു വരണം, ആരും പിടിച്ചു വരണം, ആരും പിടിച്ചു വരണം. അച്ഛാ കാര്യം പറയട്ടെ. അച്ഛാ അല്ല ഈ ഗോഡ് ഫാദർ പറഞ്ഞിട്ട് പോലും നിങ്ങള് വീട്ടിൽ കല്യാണം നടത്താൻ എനിക്കൊന്ന് കുറച്ച് സമാനത പ്ലീസ്. എനിക്ക് തലവേദന എടുക്കുന്ന ഒരു നല്ല കാര്യത്തിന് വന്നിട്ട് ഇങ്ങനെ ആവണ്ട. പെണ്ണുമ്പളെ അടുത്തോട്ട് വിളിക്കായിരുന്നാ മതി. ഇതുപോലെ ഒരു കച്ചറ കുടുംബത്തോട്ട് വന്ന് കേറി. സത്യം എന്തൊരു കച്ചറ ഡാഡി അല്ല എല്ലാ കുടുംബത്തിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഉണ്ട്. ഡാഡി ഞാൻ ഒരു കാര്യം പറയട്ടെ ഡാഡി. എന്റെ പൊന്ന് അച്ഛാ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഇവരെ തങ്കം പോലെ നോക്കി നടത്തിയ പിള്ളേരാണ് എന്റെ മനസ്സിലായി. ഇതിനപ്പുറം ഇപ്പുറം നിൽക്കുന്നത്. അപ്പം എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ഒരു പെണ്ണിനെ കെട്ടിക്കണമെന്നും ഒന്നും. പക്ഷെ ചന്ദ്രനെ ഒരു കുഞ്ഞായി ഒരു ഇങ്ങനെ നാട്ടുകാർ മൊത്തം പറയാൻ തുടങ്ങി, എടേ ഒരു കുഞ്ഞായില്ലേ അവനെ പിടിച്ച് കെട്ടിക്കടേന്ന് പറഞ്ഞ് എന്നെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞു മനസ്സിലായോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് എന്നാ ഒരു കല്യാണം നടത്തിയേക്കാം. അങ്ങനെയാണ് നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. വാസുവാണ് എലിയെ വിളിക്കുന്നത്. ഈ പെണ്ണുമ്പിളയാണെങ്കിൽ അവിടെ ആനയുണ്ട്, പശുവുണ്ട്, കാളയുണ്ട്, മാമയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ ഒരുമാതിരി ഇങ്ങനൊക്കെ നമ്മളിതൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ ഡാഡി നമ്മുടെ കുറെ ഏക്കർ സ്ഥലമുണ്ട്. കാണാത്തായിട്ട് നമ്മൾ കാണാത്തായിട്ട് ആകെപ്പാടുള്ളത് ഈ ലോകത്ത് നെത്തോലി എന്ന് പറഞ്ഞ മീൻ മാത്രമാണ്. കാരണം നമ്മൾ ഇവളുടെ കൂടെ കടലിൽ പോകാറില്ല അടിയിലൊന്നും. മനസ്സിലായോ? അപ്പം ഇതിന്റെ ഒരു ബേസിക് സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോവും. കുട്ടിക്ക് റെഡിയാണോ? അലീനെ ഇങ്ങോട്ട് മുന്നിലോട്ട് വന്നേ. മുന്നോട്ട് വന്നേ. വിഷമയല്ലേ? എന്റെ ചോദ്യം ഇതാണ്. താണ്ടെ നെല്ലിപ്പലക പോലെ ഒരുത്തന്നാണോ വളർന്നോണം നിൽക്കുന്നത് നീല മുട്ടിയായിട്ട്? ഇത് അമ്പത്തൂരിന്റെ മോനാണ് ഇത്. ഡാഡി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ തൊട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സ്ഥലത്തിന്റെയും ഈ ആനയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് വിഷമായി. നമുക്കുണ്ട് അവിടെ 50 ഏക്കർ കടലും 2 ഏക്കർ ഗ്യാങ് ഹൗസും ഒക്കെ ഞങ്ങൾക്കുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങൾക്കും ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിതൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ട് ഇതൊക്കെ. നമ്മളത്ര മോശം കുടുംബമല്ല. മോനെ അവരുടെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇറ്റ്സ് ഓക്കെ ഡാഡി. നമുക്ക് ഇതിലൊരു തീരുമാനത്തിലെത്താം. നമ്മ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വന്നിട്ട് അടിയും വഴക്കുമായിട്ട് പിരിയുന്നത് എനിക്ക് താല്പര്യമില്ല. ഒട്ടും പറ്റത്തില്ല. നമുക്ക് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. ചന്ദ്രമ്മനെ മോൻ എന്താണ് പറയാനുള്ളത്? മോന് കല്യാണം വേണ്ടേ? പറഞ്ഞോ എന്റെ മോളായിട്ട് ഞാൻ തിരിച്ചു പോകും. നിങ്ങളുടെ വീടായത് നമ്മളാ പോണ്ടേ? ഇല്ല ഞാൻ എന്റെ സിറ്റിയിലോട്ട് തിരിച്ചു പോകും. അങ്ങനെ വേറെ കല്യാണം നടക്കൂടല്ലോ. മിണ്ടാരി മിക്സി മിണ്ടാരി അതിന്റെ ഇടയിൽ കൂടെ സൗണ്ട് ഇവിടെ ചന്ദ്രമോനൊന്ന് 5 മിനിറ്റ് മോനൊന്ന് വന്നേ. നിങ്ങളെന്തോ ഈ കല്യാണം കഴിയണം. എടാ ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ അഭിപ്രായം ചോദിച്ചോ ആരെങ്കിലും? അഭിപ്രായം വരാൻ നടക്കുന്നത്. വാസു ഇങ്ങോട്ട് വന്നേ. സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ട്. എനിക്കത് ഭയങ്കര ഫീലായി. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എന്തേലും കുറവ് വരുത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക്? പെണ്ണിന്റെ കുറവ് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് സീരിയസ് ആയിട്ട് പെണ്ണിന്റെ കുറവല്ലാണ്ട് വേറെ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഒരു കുറവ് വരുത്തിയിട്ടില്ല. നിനക്കൊക്കെ ആവശ്യമുള്ള സമയത്ത് പൈസ, ആവശ്യമുള്ള സമയത്ത് തോക്ക് എല്ലാം തന്നിട്ടില്ലേ? ഇതുപോലൊരു ദുഷിച്ച കുടുംബത്തിൽ വന്നിട്ട് എന്നെ നാണം കെടുത്തിയപ്പോ നിനക്കൊക്കെ സമാധാനമായല്ലോ. ഇതുകൊണ്ടാണ് നിന്റെ അടുത്തൊക്കെ പറഞ്ഞത് പിന്നെ ഇനി എഴുതി വെച്ചോ, ഇനി ഇതിനകത്ത് ഒരുത്തനും പെണ്ണും കിട്ടത്തില്ല, പെണ്ണിന്റെ പുറകെ നടക്കത്തുമില്ല, ഗ്യാങ്ങിന്റെ പുറത്തായിരിക്കും. നോക്കിക്കോ ഈ പെണ്ണെന്ന് പറയും. ഇതുകൊണ്ടാണ് ഞാൻ ഈ എലി എന്ന് പറയുന്ന ആ കടവുപാലുണ്ടല്ലോ അവളുടെ കണക്കത്തുള്ള ദുഷിപ്പുകൾ കാരണമാണ് ഞാൻ പെണ്ണുങ്ങളെ തന്നെ വെറുത്തു പോയത്. എന്തോ പറ്റി മോനെ, തലവേദനയാണോ എനിക്ക്? എനിക്ക് ജോക്കിയുടെ സന്തോഷത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത് എനിക്ക് ഇത് തന്നെ കിട്ടണമല്ലോ എന്റെ ദൈവമേ. ഞാൻ നിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടല്ല മോനെ, ഇതുപോലത്തെ ഓരോരോ ഇത് കാരണമാണ് ഞാൻ ഈ ഇതൊന്നും സമ്മതിക്കാത്ത. മനസ്സിലായോ? ഇതിപ്പോ നമ്മൾ എന്തോ ചെയ്യണ്ടേ? നീ തന്നെ ഒരു ഡിസിഷൻ എടുക്കും. എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ എനിക്ക് മടുത്ത് പറഞ്ഞു. നിന്റെ ഒരു അഭിപ്രായം എന്തോ?
ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ ജോഗി. വെടി വെച്ചാൽ കൊല്ലാനാ. കടവാവലേലില്ലേ അവളെ ഈ കടലിൽ തള്ളിയിട്ട് നമുക്ക് വണ്ടി എടുത്ത് മാസമായിട്ട് പോവാം. അവക്കുണ്ടല്ലോ, അവക്ക് എന്താ കുഴപ്പമുണ്ടോ അവക്ക്? എനിക്ക് ജോഗി വേണ്ട, ബാ ചോദിക്കാം. ചന്ദ്ര തീരുമാനം എന്താ പറഞ്ഞ ചന്ദ്ര? നിനക്ക് കല്യാണം വേണ്ടല്ലോ. അവൻ ബോസ് അല്ലേ, അവൻ പോയി അവിടെ ഇരിക്കാൻ പോവാ. നമുക്ക് കടൽക്കാറ്റ് കൊണ്ടിരിക്കട്ടെ പട്ടി. എന്തോ പറഞ്ഞ നന്ദാ? ഞങ്ങൾ ഈ കല്യാണം വേണ്ട നോക്കണ്ട. വണ്ടി ഇത്ര നിരസിച്ചുകൊണ്ട് ഒരു മിനിറ്റ് ആരെയും കണ്ട ദേ പെണ്ണുമ്പിള്ളെ ഇനി കാമയുണ്ട്, ആനയുണ്ട്, ആമയുണ്ട്, പശു ഉണ്ടെന്നു പറഞ്ഞ് എന്നെയാണ് ഫോൺ വിളിച്ചോണ്ടല്ലോ വെട്ടി മൂടി ഞാൻ മറ്റേ താണ്ടി സിറ്റി കൊണ്ടിടും. മനസ്സിലായോ? എന്റെ സമയം കളയാൻ വേണ്ടിട്ട് വണ്ടി എടുത്ത് കല്യാണം കളവാണോ? ഇല്ല ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എല്ലാവരും വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് എടുത്ത്. വേണ്ട വേണ്ട വേണ്ട, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. വാസുമോനെ അവനിപ്പോ കെട്ടാൻ താല്പര്യമില്ലെന്നാണ് അവൻ പറയുന്നത്. അവന്റെ സൈഡിൽ നിന്ന് അവന് മാത്രമല്ല അവക്കും കെട്ടാൻ താല്പര്യമില്ല. ഞങ്ങൾ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ടെ? എന്റെ കല്യാണമാണോ? പറ ഡാഡി, എന്റെ കല്യാണമാണോ ഡാഡി? മോനെ എലി എന്ന് പറഞ്ഞ് ഞാനിവിടെ ഇല്ലാത്ത നോക്കി വളർത്തിയതാണ് എലി. അതാണ് ബന്ധം. ആയിക്കോട്ടെ, എന്റെ ചെറുക്കനെ വിഷമായി, മനസ്സിലായോ? ഇത് എനിക്കും വിഷമായി. ഇത് എന്താണിത്? ജോക്കി അവനെടുത്ത തീരുമാനമാണ് അവന് കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. ഞാനവിടെ അടുത്ത് തലങ്ങും വിലങ്ങും ചോദിച്ചു. പോവണ്ണ അവളാങ്ങളെ ഒരു കൈ വെക്കാൻ തുടങ്ങി. എന്നെ വണ്ടിയും കാണിച്ച് നിക്കൂടെ പെട്ടെന്ന് തല അടിയോ. ഞങ്ങൾ ഇറങ്ങുവാ അച്ഛാ. നീയൊക്കെ കഴിക്ക് പോയി, ആണോ ഇല്ലാത്തനെ? ഒരു മിനിറ്റ് ഒന്ന് വരുമോ? ആ വാസമോനും ഡാഡിന്ന് വിളിക്കാം. കല്യാണം നടന്നില്ലെങ്കിൽ വാസമോന്റെ ഡാഡിയായിട്ട് ഞാൻ ഇവിടെ കാണും. ഒരു സെക്കൻഡ്. ഹലോ, ഇപ്പൊ വരാം. താങ്ക് യു സോ മച്ച് ഡാഡി എന്ന് വിളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ഡാഡി എന്ന് വിളിച്ചിരിക്കും എപ്പോ കണ്ടാലും. ഡാഡി ഡാഡി അപ്പൊ ഡാഡി പോയിട്ട് വരാം. ഡാഡി പോയിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇത് ഉന്നോട് മലേഷ്യയിൽ എന്ത് ലെവൽ ഓഫ് അബ്യൂസ്. വെള്ളമടിച്ച കോണി പിണയല്ലേ വന്നേ. മുടിഞ്ഞു പോവിടെ പെണ്ണ് ആണ് കേട്ടാവൻ. അപമാനമായി പോലോടാ, അപമാനം. അത് വിഷമമായോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഇൻസൾട്ടഡ് ആയിട്ടില്ല. സത്യം എനിക്ക് നിന്നെ ഇടിച്ച ഉപ്പുവെള്ളത്തിൽ പെണ്ണ് കെട്ടിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ വാണം കോളനി കുടുംബം ഇതിനെ അങ്ങനൊന്നും പറഞ്ഞാ പറയാ. ഇതുണ്ടല്ലോ ഇത് എലിന്ന് ഞാൻ അവനെ ഒന്ന് പിക്ക് ചെയ്യണം ആരെങ്കിലും. അവനെ ഒന്ന് പിക്ക് ചെയ്യണം.